പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. എന്റെ ശബ്ദം ഓഡിബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. സിസ്റ്റർ പറഞ്ഞതുപോലെ മൂന്നാമത്തെ പ്രാവശ്യമായി ഞാൻ ഈ കൂട്ടായ്മയിൽ വരുന്നത്. എല്ലാവർക്കും എന്നെ ഫെമിലിയർ ആണല്ലോ. റബീന സിസ്റ്റർക്കും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാർക്കും ദാസിമാർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെയും എന്റെ സഭയുടെ പേരിൽ പ്രത്യേക വന്ദനം ചൊല്ലുന്നു. പ്രൈസ് ഗോഡ്. എത്ര സന്തോഷം ആ കർത്താവിന്റെ നാമത്തിൽ ഒരുമിച്ചിരിക്കുമ്പോ അല്ലേ. ഞങ്ങൾക്ക് സൺഡേ സഭയിൽ നിന്ന് PG വർഗീസ് അങ്കിളിന്റെ മോനായിരുന്നു വന്നിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് എടുത്തിരുന്നത്. പറയായിരുന്നു സഭയിലേക്ക് കൂടി വരുന്നതായ ഏറ്റവും വലിയ സന്തോഷം, ദ ജോയസ്റ്റ് പ്ലേസ്, ഏറ്റവും ആനന്ദമുള്ള സമയം എന്ന് പറയുന്നത് ചർച്ചിനകത്ത് ഒന്നിച്ചിരിക്കുമ്പോൾ. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ച് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സ്ഥലം സഭയ്ക്കകത്താണ്. മീറ്റിംഗ് കഴിഞ്ഞാലും ഞങ്ങൾ അവിടെ ഇരിക്കും. കുറച്ച് മീറ്റിംഗ് കഴിഞ്ഞാൽ അവിടുന്ന് വിട്ടുപോകാൻ എന്താ നമുക്ക് ഭയങ്കര മടിയല്ലേ. സംസാരിച്ചിരിക്കും, എത്ര സമയം വേണമെങ്കിലും ഇരിക്കും. എത്ര മീറ്റിംഗ് വെച്ചാലും നമുക്ക് എന്താ ഓടിപ്പോകാൻ ആഗ്രഹമുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും ദൈവത്തിന്റെ കൂട്ടായ്മയും നമ്മൾ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. സമയം ഉണ്ടായിട്ടല്ല അല്ലെ, വേറെ പല കാര്യത്തിനും നമുക്ക് സമയം ഉപയോഗിക്കാം. പക്ഷെ കർത്താവിന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് നമ്മളെ ഹൃദയത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പ്രൈസ് ഗോഡ്. അതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെയും കൂട്ടായ്മയും സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തിലേക്കാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. താങ്ക് യു ലോർഡ്. ദൈവം ധാരാളമായി ഓരോ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന്റെ മഹാകൃപയും ദാനവും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്. ഇന്ന് രാവിലെ എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിലുള്ള ആരെങ്കിലും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. അതിരാവിലെ തിരുസന്നിധി എന്ന് പറയുന്ന ഒരു മീറ്റിങ്ങിനകത്ത് ഇന്ന് എനിക്ക് മെസ്സേജ് എടുക്കാനുണ്ടായിരുന്നു. ശിഖറല ഞാൻ വിചാരിക്കുക, എൻ്റെ ഇവിടുത്തെ ടൈം ഏകദേശം 4:30 സമയത്ത് 4:30 മണി 4 മണിക്ക് എഴുന്നേക്കണം. 4:30 മണി മുതലാണ് മീറ്റിംഗ് ആരംഭിക്കുന്നത്. ആക്ച്വലി ഇന്നലെ ഞങ്ങൾ പുറത്തു പോയി തിരിച്ചു വന്ന് 1-1:30 മണിയായി ഞങ്ങൾ കിടക്കുമ്പോൾ. 4:30 മണി എന്ന് പറഞ്ഞാൽ വെരി ഷോർട്ട് ടൈം അല്ലേ. ഒന്ന് തല ചായച്ച് വീണ്ടും എഴുന്നേക്കണം. ആദ്യം ഞാൻ വിചാരിച്ചു നോ പറയണം. പിന്നെ കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവമാ നിനക്ക് ശക്തി തരുന്നത്, ദൈവമാ നമ്മളെ എഴുന്നേൽക്കമാറാക്കുന്നത് അല്ലേ. കർത്താവാ നമ്മൾക്ക് എന്ത് ബലം നൽകുന്നത്. അപ്പൊ ഞാൻ വീണ്ടും എഴുന്നേറ്റു. 1:30 ഉറങ്ങി 3:45 എഴുന്നേറ്റു. 4:30 ജോയിൻ ചെയ്തു. ഇന്ന് സഭയിൽ പോയി ഉച്ചവരെ ആരാധന കഴിഞ്ഞ പാസ്റ്റർ ചോദിക്കുക, നിനക്ക് എങ്ങനെയാ നിൽക്കാൻ പറ്റുന്നത്? പിറ്റേ ദിവസം രാവിലെ 5:30 വീണ്ടും എന്ത് ചെയ്യണം? എഴുന്നേറ്റ് ജോലിക്ക് പോകണം. തിരിച്ചെത്തുമ്പോൾ വൈകുന്നേരം 8 മണിയാകും. ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ ആലോചിക്കായിരുന്നു. നമ്മൾ എത്ര ആഹാരം കഴിച്ചാലും, നമ്മൾ എത്ര റെസ്റ്റ് എടുത്താലും, എത്ര ഉറങ്ങിയാലും ഈ കർത്താവിന്റെ സാന്നിധ്യം തരുന്ന ആ ഒരു ആത്മബലവും ദൈവത്തിന്റെ സാന്നിധ്യം തരുന്ന ശക്തിയും വിശ്രമവും നമുക്ക് ഒരു സ്ഥലത്തും ഇല്ല. ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ, ഞാൻ കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ, സഭയിലായിരിക്കുമ്പോൾ, ചർച്ചിലായിരിക്കുമ്പോൾ, കൂട്ടായ്മയിലായിരിക്കുമ്പോൾ, ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ ഐ ആം ടേക്കിംഗ് റിയലി ദ റെസ്റ്റ്. ബാക്കി എല്ലാ സമയത്തും എടുക്കുന്ന റെസ്റ്റിനേക്കാൾ കൂടുതൽ ഞാൻ റെസ്റ്റ് എടുക്കുന്നത് എപ്പോഴാ? ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോഴാ. നമ്മൾ കൂടെ ഒരുമിച്ചിരുന്ന് നമ്മൾ എന്ത് ചെയ്യുക? ആത്മാവിന്റെ വചനങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന സമയത്താ നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവൊക്കെ യഥാർത്ഥമായി റെസ്റ്റ് ചെയ്യുന്നത്. യഥാർത്ഥമായ റെസ്റ്റ് ഇല്ലേ. നമ്മളൊരു സാധനം കയ്യിലെടുത്ത് നടന്ന് കൈ കഴയ്ക്കുമ്പോൾ നമ്മൾ പറയും, ഇത് എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ മതിയായിരുന്നു, അപ്പോഴാ എനിക്ക് എന്ത് ചെയ്യുക? റെസ്റ്റ് കിട്ടുക. അതേപോലെയാ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങളും വേദനകളും ഒക്കെ ആയി നമ്മൾ നടന്ന് കർത്താവിന്റെ സന്നിധിയിൽ എടുക്കുമ്പോൾ ആ കഴപ്പ് മാറുക. നമ്മുടെ ജീവിതത്തിലെ പലവിധ വേദനകളും മാറുക, ദുഃഖങ്ങളും മാറുക. താങ്ക് യു ലോർഡ്. ഇന്ന് ദൈവ അത്ഭുതം ഈ കൂട്ടത്തിനകത്ത് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഇവിടെ സംഭവിക്കുവാൻ, ഇവിടെ അനുഭവിക്കുവാൻ, നമുക്കത് തിരിച്ചറിയുവാൻ ഇടവരട്ടെ.
കർത്താവ് ഒരു വാക്ക് പറഞ്ഞ അത് അങ്ങനെ തന്നെ ആമേന. അതിൽ യാതൊരു സംശയവുമില്ല. ദൈവം നമ്മളെ ഉള്ളിലേക്ക് ഒരു കാര്യം ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഇടത്തോ വലത്തോ പോകത്തില്ല, അത് അങ്ങനെ തന്നെ സംഭവിക്കും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. കഴിഞ്ഞ എന്താ ഒത്തിരി ടെസ്റ്റിമണി എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടെസ്റ്റിമണി ആദ്യം എനിക്ക് വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹം. ടെസ്റ്റിമണി പറയുന്നതിലോ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് എന്താ പറയാ ഒരു പ്രവചനം പറയുന്നതിലോ ഒക്കെ കർത്താവ് തന്ന വചനത്തെ ഷെയർ ചെയ്യുമ്പോഴാ ഏറ്റവും സന്തോഷം, അല്ലെ? ആ വചനം കിട്ടിക്കഴിഞ്ഞാലാ എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം. ഞാൻ വിവാഹം കഴിഞ്ഞ് 3.5 വർഷം ബൈബിൾ സ്റ്റഡി കഴിഞ്ഞു. ഈ ബൈബിൾ സ്റ്റഡി ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങള് ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്നവരാ. സ്നാനപ്പെട്ട അല്പത കാലമേ ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ എങ്ങനെയോ അവിടെ എത്തിച്ചേർന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബൈബിൾ സ്റ്റഡി ഞങ്ങൾ കഴിഞ്ഞു. 3.5 വർഷം ഞാനും എൻ്റെ ഹസ്ബൻഡും ബൈബിൾ കോളേജിൽ നിന്ന് ബൈബിൾ സ്റ്റഡി കഴിഞ്ഞു. ആ സർട്ടിഫിക്കറ്റ് ഞങ്ങളെ കയ്യിലുണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ നടന്നു എന്ന് ഞങ്ങൾക്കറിയത്തില്ല. അന്നേരം പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു. കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരുന്നു. KG1 പഠിക്കുന്ന കുട്ടികളായിരുന്നു. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് രാത്രി ഇവിടെ 12 മണിയാവും ഓഫീസ് കഴിഞ്ഞ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരാൻ. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്കത് അനുഗ്രഹമാണ്. ആ സമയങ്ങളിലൊക്കെ ഒത്തിരി വചനങ്ങളെ പഠിക്കുവാനിട വന്നു. ആർക്കും അറിഞ്ഞുകൂടാത്ത ബൈബിളിന്റെ മർമ്മത്തെക്കുറിച്ച് ഒരു ഹൈന്ദവ വിശ്വാസത്തിലായിരുന്ന എന്നെ കർത്താവ് പഠിപ്പിച്ചു തന്നു. പക്ഷെ അവിടെ ഏറ്റവും നല്ല സന്തോഷം എന്ന് വെച്ചാൽ ബൈബിൾ സ്റ്റഡി തിയോളജി ആയിട്ടല്ല ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു 100% തിയോളജി അല്ല. എന്താണ് ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്തുള്ള കണ്ടന്റ്? 3.5 വർഷമുള്ള ബൈബിൾ സ്റ്റഡി ഞങ്ങൾ 4.5 വർഷം പോയി. 1 ഇയർ വെറുതെ എക്സ്ട്രാ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. കാരണം അടുത്ത ബാച്ചിലെ 1 ഇയറും കൂടി ഞങ്ങൾ ചുമ്മാ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, ചുമ്മാ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സത്യങ്ങൾ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന യഥാർത്ഥ സത്യം അന്ന് ഞങ്ങളെ ബൈബിൾ പഠിപ്പിച്ച ദേവദാസൻ പറയുമായിരുന്നു, ദിസ് ഈസ് ദ യൂസേഴ്സ് മാനുവൽ ഓഫ് എ ഹ്യൂമൻ ബീങ്. ഒരു മനുഷ്യനെ അന്ന് പാസ്റ്റർ പറയുക എങ്ങനെയായിരുന്നു, ഒരു മിക്സി വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു കാറ്റലോഗ് കിട്ടത്തില്ലേ? കിട്ടുമല്ലേ? ഒരു മൊബൈൽ വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു കാറ്റലോഗ് കിട്ടത്തില്ല. ഇതെങ്ങനെയാണ് കുത്തി വെക്കേണ്ടത്, എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം, എന്തൊക്കെ രീതിയിലാ. ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു കാറ്റലോഗ് കിട്ടും, അല്ലെ? ഓവന് വാങ്ങിക്കുമ്പോൾ കിട്ടും. എന്താ, അത് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം, എത്ര മണിക്കൂർ അതിനെ ചാർജ് ചെയ്ത് വെക്കണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ നമുക്ക് കിട്ടാറുണ്ട്. ഒരു ചെറിയ കുഞ്ഞു ബുക്ക് കിട്ടാറുണ്ട്, അല്ലെ? അതുപോലെ തന്നെ പാസ്റ്റർ പറയായിരുന്നു, ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ ആ മനുഷ്യനെ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നും എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയതെന്നും എന്താണ് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ യൂസ് എങ്ങനെയാണെന്ന്, എങ്ങനെയാണ് ആ മനുഷ്യൻ ചലിക്കേണ്ടത്, ഏതൊക്കെ സമയത്ത് എന്ത് രീതിയിൽ പെരുമാറണം, സംസാരിക്കണം, ഇന്ന കുഴപ്പങ്ങൾ വന്നാൽ ഇന്നത് ചെയ്യണം, ഈ സമയങ്ങളിൽ ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മളെ വ്യക്തമായി പഠിപ്പിച്ച് മനുഷ്യൻ എന്ന് പറയുന്ന ശരീരത്തെ ബ്യൂട്ടിഫുൾ ആയിട്ട് റൺ ചെയ്യിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തന്ന ഒരു മാനുവലാ, ഒരു പുസ്തകമാ ഇത്, സത്യവേദ പുസ്തകം. എത്ര പേര് വിശ്വസിക്കും ഇത് ഞാൻ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന ഒരു പുസ്തകമാ. ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടും മനോഹരമായിട്ടും എൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം വിജയകരമായി തകർന്നു പോകാതെ, നശിച്ചു പോകാതെ, ഓവർലോഡ് പവർ കയറി നമ്മൾ എന്ത് ചെയ്യുക, ഫ്യൂസായി പോകാന്ന് അറിയത്തില്ലേ, കരിഞ്ഞു പോകാന്ന് അറിയത്തില്ലേ, അതുപോലെ നമ്മുടെ ജീവിതം സ്പോയിലായി പോകാതെ ബ്യൂട്ടിഫുൾ ആയിട്ട് റൺ ചെയ്യിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഇത് അത് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുതേ, ഞാൻ പറഞ്ഞു തന്നതാ. നമ്മൾ ഭൂമിയിൽ നമുക്ക് ജീവിതം ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ സത്യവേദ പുസ്തകമില്ലാതെ നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, അല്ലെ? യേശു പറയുന്നില്ലേ, ഒരു കുഞ്ഞാടിനെ പോലെയാ ഞാൻ നിങ്ങളെ അയക്കുന്നത്. പിന്നെ പറയാ, പച്ച മരത്തോട് ഇവർ ഇങ്ങനെ ചെയ്തുവെങ്കിൽ ഉണങ്ങിയ മരത്തോട് അവർ എങ്ങനെ ചെയ്യും? സോ ഗോഡ് ഈസ് ഓൾവേസ് കെയർ അബൌട്ട് ദാറ്റ്. ദൈവം എപ്പോഴും നമ്മളെ കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെ? ദൈവം എപ്പോഴും നമ്മളെ കുറിച്ച് ശ്രദ്ധാലുവാ.
ആ കാര്യത്തിൽ ദൈവം വളരെ സൂക്ഷ്മതയോടുകൂടിയ നമ്മുടെ അടുത്ത് ഇടപെടുന്നത്. കാരണം അറിയാം, ഈ ലോകത്തിലേക്ക് നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്, ഈ പ്രകാരം നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, നമുക്കൊരു ഗൈഡൻസ് ആവശ്യമാണെന്ന് നമ്മളെക്കാൾ കൂടുതൽ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളെ കുറിച്ച് അറിയാം. പ്രൈസ് ഗോഡ്, ദൈവത്തിന് മഹത്വം. എത്ര പേര് വിശ്വസിക്കുന്നു? അതുകൊണ്ട് ഞാൻ ഇന്നൊരു പരമപ്രധാനമായൊരു സത്യം, ഏറ്റവും മർമ്മകരമായ, ഈ ബൈബിളിനകത്ത് എഴുതപ്പെട്ട ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നല്ല, ഏറ്റവും പ്രാധാന്യമേറിയ ഒരു സത്യത്തെ, യാഥാർത്ഥ്യത്തെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അത് കേൾക്കുവാന്? ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ മറന്നു പോകത്തില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കർത്താവ് ഒരു വാക്ക് പറഞ്ഞ അത് സത്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ പറയുന്ന ഓരോ ടെസ്റ്റിമണിയിലെ ഭയങ്കര ടെസ്റ്റിമണികളെ ഉളവാക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ വിശ്വാസത്തോട് പറയുന്ന വാക്കുകൾക്കും വിശ്വാസത്തോട് നമ്മൾ കൺഫസ് ചെയ്യുന്ന വാക്കുകളൊന്നും വെറുതെ ആയിപ്പോകത്തില്ല. ഇന്നലെ ഞാൻ എൻ്റെ അടുത്ത് ഒരു സിസ്റ്റർ ഇല്ലേ, ഞങ്ങളെ സഭയിലുള്ള ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞ് എൻ്റെ അടുത്ത് പറയായിരുന്നു, സിസ്റ്ററെ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞ ഒരു ടെസ്റ്റിമണി സിസ്റ്റർ ജീവിതത്തിൽ ഭയങ്കര ടെസ്റ്റിമണി ഉണ്ടാക്കി എന്ന് കേൾക്കുവാനിട വന്നു. അതിങ്ങനെയായിരുന്നു. ഒരു ദിവസം ഞാൻ പാസ്പോർട്ട് പുതുക്കാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ല മോനെ വിസ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു പേപ്പർ ഡോക്യുമെന്റ്സ് ശരിയാക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇന്ത്യൻ അസോസിയേഷന്റെ ഓഫീസിൽ പോയി. അവിടെ പോയി രാവിലെ, സൺഡേ ഉള്ള ദിവസമാ, ചർച്ച അല്ലാത്ത ദിവസങ്ങളിൽ അവിടെ പോകാൻ പറ്റത്തില്ല, അന്ന് പോയാലേ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. അന്ന് ഒരു എമർജൻസി ഡേ ആയിരുന്നു. അപ്പൊ സഭാ ആരാധന ഞാൻ മുടക്കിയിട്ടേ ഇല്ല. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഞാനും ഹസ്ബൻഡും കൂടി ഒന്നിച്ചൊരു 7 മണിക്ക് പോയി. അപ്പൊ സഭ ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടെ എത്താൻ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അടുത്തുള്ള സ്ഥലമാ. പക്ഷെ ആ സമയം തൊട്ട് ഞങ്ങൾ ഇവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പോകുമ്പോഴേ 7 മണി ആകുമ്പോഴേ ഒരു വലിയ റൂമിൽ ഏകദേശം ഒരു 75-100ഓളം ആൾക്കാർ അവിടെ ഓൾറെഡി ടോക്കൺ എടുത്ത് ഇരുന്ന് കഴിഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത്രയ്ക്കൊരു തിരക്ക് അവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. എനിക്ക് ഒത്തിരി സങ്കടമായി. കാരണം എനിക്ക് ഇന്നത്തെ സഭാ ആരാധന മിസ്സാവുമല്ലോ. അങ്ങനെ ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ അവിടെ ഇരുന്നു. ഏറ്റവും ലാസ്റ്റ് ആണ്. അതില് ഞാൻ ഒരുപാട്, എനിക്ക് തോന്നി ഏകദേശം ഒരു 12:30 മണി വരെ ഞങ്ങൾക്ക്, 12:30 ഞാൻ പിന്നെ കേട്ടപ്പോഴാണ് മനസ്സിലായത്, രാവിലെ വന്നു കഴിഞ്ഞാൽ 3:30 മണിക്കാ പോലും മിക്കവാറും ആൾക്കാർ അവിടുന്ന് പോകാറുള്ളത്. അതിന്റെ ചുറ്റില് ടൈപ്പിംഗ് സെന്റേഴ്സിന്റെ അവിടെ ഒരു പേപ്പറൊക്കെ ഫോട്ടോ കോപ്പി എടുക്കാൻ ഞങ്ങൾ പോയപ്പോ ഇവിടുന്ന് സഹോദരന്മാര് പറഞ്ഞു, രാവിലെ വന്നാല് ഒരു വൈകുന്നേരം 4:30-5 മണിക്ക് പോകേണ്ടെന്ന് നോക്കിയാൽ മതി, ഇവിടെ അങ്ങനെയാ സ്ഥിതി, ഒരുപാട് നേരം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കാൻ തുടങ്ങി. അവിടെ ഇരുന്നു. കുറെ പലരെയും ടോക്കണ് വിളിക്കുന്ന എല്ലാവരെയും കൃത്യം ലൈനിൽ അവർ നിൽപ്പിക്കുന്നത്. നമുക്കറിയാലോ, പാസ്പോർട്ട് ഓഫീസിലും കാര്യങ്ങളിലും ഒക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും നമ്മൾ ഒരു കാര്യവും അവിടെ നടക്കത്തില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, കുറെ നേരമായി അവിടെ നിൽക്കുന്നു, അയ്യോ എനിക്ക് സഭയിൽ പോകാൻ പറ്റത്തില്ല. സഭയിൽ പോകാൻ പറ്റത്തില്ല എന്ന് എനിക്ക് ഉറപ്പായി. കാരണം എന്ന് വെച്ചാൽ അത്രയും ആൾക്കാരുണ്ട്, സമയത്ത് എത്തത്തില്ല എന്ന്. എങ്കിലും എനിക്ക് ഇവിടുന്ന് നേരത്തെ പോകണം. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ഈ ഇരിക്കുന്ന ആളെ പോലെ അല്ലല്ലോ, ഇവരെ പോലെ അല്ലല്ലോ ഞാൻ വിചാരിച്ച പലതും ഇവിടെ എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവിനെ പലതും ഇവിടെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ നിന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് 2 പേരോട് സുവിശേഷം പറയാനായിരിക്കും കർത്താവ് ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നത്. അല്ലാതെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ എനിക്ക് പെട്ടെന്ന് ഇത്രയും ആൾക്കാർ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല എന്ന് എനിക്ക് ഉറപ്പായി. കാരണം അപ്പൊ ഞാൻ ആലോചിക്കുക, നമ്മളെ മാനുഷിക ബുദ്ധിയല്ലേ, അതുകൊണ്ട് ഞാൻ പറയാ, ചിലപ്പം കർത്താവ് എന്നെ അമാനുഷികമായി എന്നൊക്കെ ചിന്തിപ്പിക്കുന്ന എന്തായിരിക്കും. ആരെങ്കിലും ഉണ്ടാവും ഈ വെയിറ്റിംഗ് ടൈമിൽ ഞാൻ 2 സുവിശേഷം പറയാം, ആരോടെങ്കിലും യേശുവിന്റെ രക്ഷയെ കുറിച്ച് പറയാം എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ കുറച്ച് സമയം നിന്ന സമയത്ത് അവിടെ എല്ലാവരും ഒരു വലിയ മീറ്റിംഗ് ഹാളിൽ ടോക്കൺ എടുത്തിരിക്കുന്നു. ഞങ്ങളെയൊക്കെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരാളെപ്പോലെ ഒരു ക്യൂ വിട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് അവര് ഇരിക്കാൻ വരുന്നവരെയൊക്കെ കറക്റ്റ് സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ കുറച്ച് ദൂരെ ഒരു കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് ഒരു സാറ് വന്ന് അവരെടുത്ത് കാര്യങ്ങളൊക്കെ കൗണ്ടറിൽ വന്ന് കാര്യം ചോദിക്കുകയും ഒരു ഓഫീസർ വന്ന് അവിടെ നിൽക്കുന്ന കണ്ടു. 1-2 പ്രാവശ്യം ആ ഓഫീസർ അകത്ത് പോവുകയും പുറത്തു വരികയും ചെയ്യുന്ന കണ്ടു.
ദൂരെ നിന്ന് ഞാനിങ്ങനെ നിന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ആ സിസ്റ്ററോട് ഓഫീസറോട് പോയി ചോദിക്കണം, നിങ്ങൾ നാട്ടിൽ ഇന്ന സ്ഥലത്ത് ഈ ഒരു ദേശത്ത് നിന്ന് വരുന്ന ആളല്ലേ എന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എന്തുവാ ഞാൻ ചോദിക്കുക. അങ്ങനെ എന്തായാലും കർത്താവല്ലേ എന്നോട് പറഞ്ഞത്, പോയി ചോദിക്കാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ 1-2 പ്രാവശ്യം കഴിഞ്ഞ് സാർ അവിടുന്ന് ഓഫീസിന്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വന്ന സമയത്ത് ഞാൻ എൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ സാറെ അടുത്ത് ചോദിച്ചു, ഗുഡ് മോർണിംഗ് സാർ, സാർ ഇന്ന സ്ഥലത്താണോ, വടകര എടച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണോ എന്ന് ചോദിച്ചു. സാർ പറഞ്ഞു, അതെ, നിനക്ക് എങ്ങനെ എന്നെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എവിടെയോ ഒരു കണ്ടു പരിചയം. എങ്ങനെ അറിയാന്ന് ചോദിച്ചാൽ ഞാനെന്താ പറയാ, കർത്താവ് പറഞ്ഞെന്ന് പറയാൻ പറ്റുമോ എനിക്ക്? ഇല്ല. അപ്പൊ ഞാൻ അവരെടുത്ത് പറഞ്ഞു, എനിക്ക് എവിടെയോ ഒരു കണ്ടു പരിചയം. ആഹാ, ഞാൻ അവിടെ തന്നെയാണല്ലോ, നിനക്ക് എങ്ങനെയാ എന്നെ പരിചയം? ഇല്ല. അപ്പൊ നിനക്ക് ആരാ അവിടെ ഉള്ളത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന ആൾക്കാരെ അവിടെ അറിയാമെന്ന് പറഞ്ഞു. അവരെന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് അല്ലേ, എന്റെ അടുത്ത ആളല്ലേ, നിങ്ങൾ എന്താവശ്യത്തിന് അവിടെ വന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ആവശ്യത്തിനാ വന്നതെന്ന്. അതെയോ, ഓ അങ്ങനെയെങ്കില് അപ്പൊ തന്നെ എന്ത് ചെയ്തു എന്നറിയാവോ, അവിടെ ഉള്ളിൽ പോയി ഓഫീസറോട് പറഞ്ഞ്, ഇത്രേ അട്ടിയുള്ള പാസ്പോർട്ടിന്റെ അടിയിൽ നിന്ന് എന്റെ പാസ്പോർട്ടും എന്റെ ഹസ്ബൻഡിന്റെ പാസ്പോർട്ടും എടുത്തേച്ച് അവരെ മെയിൻ റൂമിലേക്ക് കൊണ്ടുപോയി കൊടുക്കുവാനിട വന്നു. എത്രയോ 100 ആൾക്കാർ അടിയിൽ നിന്ന് എന്റെ പേര് എടുത്തു വന്ന് പോകാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് അവിടെ ഒരു പ്യൂൺ ഉണ്ട്, ഒരു അസിസ്റ്റന്റ് പോലെയുള്ള ഒരാളുണ്ടായിരുന്നു. 1 ഇഞ്ച് നമ്മൾ സ്റ്റെപ്പ് അപ്പുറം ഇപ്പുറം വെക്കാൻ പറ്റില്ല. അവിടെ പോയിരിക്കും ഇവിടെ പോയിരിക്കുന്ന എല്ലാവരും ഇൻസ്ട്രക്ട് ചെയ്തോട് കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അവരെന്നോട് പറഞ്ഞു ചോദിച്ചു, നിങ്ങൾ റെക്കമെൻഡേഷനിൽ വന്ന ആളാണല്ലേ എന്ന്. നിങ്ങൾ റെക്കമെൻഡേഷനിലോ? നിങ്ങളെ പാസ്പോർട്ട് ഉള്ളിലുണ്ട് കേട്ടോ, നിങ്ങൾ റെക്കമെൻഡേഷനിൽ വന്ന ആളാണല്ലേ എന്ന്. ഇത് ഞാൻ കരഞ്ഞു പോയി അന്ന്. വാസ്തവമായി പറഞ്ഞാൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് കണ്ടപ്പോ ജീവിതത്തിൽ ഇന്ന് അതിനുശേഷം ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് അറിയത്തില്ല. അവരെ പേര് പോലും എന്നോട് മറന്നുപോയി. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു, ആ ആളെ നിങ്ങൾക്ക് അറിയുമോന്ന് അവരുടെ അടുത്ത്. പക്ഷെ ഒന്നും എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ അടുത്ത് ദൈവം പറഞ്ഞു, ഈ ആളെടുത്ത് നീ ഇന്ന ആളെ പേര് പറ, അവര് നിന്നത് എന്ന് ചോദിക്കും, അവര് നിനക്ക് വേണ്ടി ചെയ്യുന്ന ഉള്ളിലൊരു തോന്നൽ വന്ന സമയത്ത് ഞാൻ അതിനോട് റിയാക്ട് ചെയ്തു. പരിശുദ്ധാത്മാവ് പറഞ്ഞത് റിയാക്ട് ചെയ്ത സമയത്തിലെ എൻ്റെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെ ആണെന്ന് കാണുവാനിടയായി. കണ്ണ് നിറഞ്ഞുപോയി. പ്രിയ ദൈവത്തിന്റെ ജനമേ, എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ സത്യം പറഞ്ഞ പേടിച്ചു പോയി. ആ സമയത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം. ഞങ്ങൾ അന്നില്ലേ ഒരുപാട് ആൾക്കാർ, എനിക്ക് സങ്കടം വന്നു ക്യൂല് നിൽക്കുമ്പോൾ. അതിനകത്ത് ഞങ്ങൾ ഏറ്റവും ആദ്യം പാസ്പോർട്ട് കാര്യങ്ങൾ, പേപ്പർ, ഒരു സ്പെഷ്യൽ ഫേവറോടുകൂടി അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് തടസ്സപ്പെടുന്നതുണ്ടായിരുന്നു. മോന് US പോകേണ്ട വിസയുടെ പേപ്പേഴ്സ് ആയിരുന്നു അത്. അവിടേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഞങ്ങളെ ഡോക്യുമെന്റ്സിന്റെ അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾക്ക് പോയത്. അതിൽ പലതും ഞങ്ങൾക്കില്ലേ ഒരുപാട് സമയമെടുത്ത് ചെയ്ത് കിട്ടുന്ന, അവന്റെ യാത്ര വരെ മുടങ്ങിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു എന്ന് പിന്നെയാ ഞാൻ അറിയാനിട വന്നത്. എന്ന ഒരു ദൂതനെ ദൈവം എനിക്ക് വേണ്ടി അയച്ചു, ഒരു വ്യക്തിയെ എനിക്ക് വേണ്ടി അയച്ചു. ആത്മാവ്, പരിശുദ്ധാത്മാവ് അതിൽ പ്രവർത്തിച്ചു. അതിൽ ചെയ്തെടുത്തു തരുന്ന കാര്യങ്ങളെ കാണുവാനിട വന്നു. കർത്താവ് ഒരു വാക്ക് പറഞ്ഞ അത് അങ്ങനെ തന്നെയാ. അന്ന് ഞങ്ങൾ ഏറ്റവും പെട്ടെന്ന് അത് ചെയ്തു തീർത്ത് വീട്ടിലേക്ക് മടങ്ങി പോകാനിട വന്നു. ഒരുപാട് പേര് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നോട് ചോദിക്കുക, അവിടെ നിന്ന് നിങ്ങൾ ആരെ റെക്കമെൻഡേഷനിലാ വന്നത് എന്ന് ചോദിച്ചു. ആരാണ് നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഒരാളുണ്ട് എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, ഒരാളുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും അറിയത്തില്ല, ഒരാളുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് യേശുവാണ്, യേശുവിടെ മഹത്വം ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ. ഞാൻ പറഞ്ഞു, ഒരാളുണ്ട് ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത് എന്ന് പറഞ്ഞു. താങ്ക് യു ലോർഡ്. പലരും ഈ ഒരു ടെസ്റ്റ് മണി ഞാൻ പറഞ്ഞ സമയത്ത് അത് കേട്ട് ഒരു സിസ്റ്റർ ഇത് ജീവിതത്തിൽ പ്രവർത്തിച്ചു നോക്കിയ സമയത്ത് പെട്ടെന്ന് ഞാൻ ഒരു സ്ഥലത്ത് ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം സിസ്റ്റർക്ക് ഓർമ്മ വന്നു. സിസ്റ്റർ അതുപോലെ ഈ ടെസ്റ്റ് മണിയെ മെഡിറ്റേറ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ഷൈനി സിസ്റ്റർ ഇങ്ങനെ ഒരു ടെസ്റ്റ് മണി പറഞ്ഞല്ലോ, അത് ഓർത്ത് അത് മെഡിറ്റേറ്റ് ചെയ്ത സമയത്ത് ഇതുപോലൊരു 100 ആൾ നിൽക്കുന്ന ക്യൂവിൽ നിന്ന് മുന്നിലേക്ക് പോകാൻ സിസ്റ്ററെയും ദൈവം സഹായിച്ച ഒരു ടെസ്റ്റ് മണി 2-3 ഡേയ്സ് മുന്നേ എൻ്റെ കയ്യിൽ എൻ്റെ ചർച്ചിൽ നിന്ന് കിട്ടുവാനിട വന്നു. പ്രൈസ് ഗോഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ഫാദർ.
ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മളെ ടെസ്റ്റ് മണി മറ്റൊരാൾക്ക് ടെസ്റ്റ് മണി ഉളവാക്കും. നമ്മൾ കർത്താവിന്റെ പ്രവൃത്തികളിൽ വിശ്വസിച്ച് അത് അങ്ങനെ തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ കർത്താവിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. ദൈവപ്രവൃത്തിയിൽ ഞാൻ വിശ്വസിച്ച അത് എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഇന്ന് ഞാൻ പറയാം, ഞാനൊരു ഷൈനി സിസ്റ്റർ, പക്ഷെ ഈ പുസ്തകത്തിനകത്തെ അബ്രഹാമിനോട് പ്രവർത്തിച്ചത് നമ്മളോട് പ്രവർത്തിക്കും. ദാനിയേലിന്റെ അടുത്ത് പ്രവർത്തിച്ചത് നമ്മളോട് ചെയ്യും. റമന ശിഖിരി കലബല, ഞാൻ ആ ദൂത് പറയാൻ വേണ്ടിയിട്ട് ഇതെല്ലാം യോസേഫിനോട് പ്രവർത്തിച്ചത് നമ്മളോട് പ്രവർത്തിക്കും. യേശുവിന്റെ കൂടെ എന്തൊക്കെ ചെയ്തോ അത് നമ്മളോടും ദൈവം ചെയ്യും. ദാനിയേലിന്റെ, ദാവീദ്, യോസേഫ്, മോശ, നോഹ, പണ്ട് പറയുന്ന എല്ലാ ദൈവത്തിന്റെ ജനത്തോട് പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിച്ചുവോ അത് അതുപോലെ തന്നെ എന്നോട് പ്രവർത്തിക്കും. എന്റെ ജീവിതത്തിൽ ഒരു ടെസ്റ്റ് മണി ഞാൻ പറഞ്ഞപ്പോ ആ ടെസ്റ്റ് മണി എന്റെ സഭയിൽ ഒരു സിസ്റ്റർ കത്തുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയി കണ്ടുവെങ്കിൽ ഇന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ ടെസ്റ്റ് മണികൾ കർത്താവിനെ കുറിച്ചുള്ള ടെസ്റ്റ് മണികളാ അല്ലെ? നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ സാക്ഷ്യവും ഇതിനകത്തുള്ള ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാനിട വരും. താങ്ക് യു ലോർഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിനോട് തൊട്ട് പറഞ്ഞതാണ്. ഒരു പ്രത്യേക വചനം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് ഈ കണ്ണ് തുറന്നു തരും. നമ്മൾ സാധാരണ വ്യക്തിത്വങ്ങളല്ല, നമ്മൾ അസാധാരണമായ ശക്തി വഹിക്കുന്ന വ്യക്തിത്വമാണ്. ദൈവം ഈ വേർഡായിരുന്നു ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ചത്. ആ വേർഡ് തന്നെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ ഒരു വചനം ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുക. റോമർ 8 അതിന്റെ 20 വാക്യം, 20-22 ഒന്ന് വായിക്കാമോ? സൃഷ്ടിദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഉറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. പ്രൈസ് ഗോഡ്. സൃഷ്ടികൾ ദാസ്യത്വത്തിന്റെ വിടുതലും ദൈവമക്കളുടെ തേജസ്സായ സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇത് അതിനു വേണ്ടിയോ? അത് 22 പറയാണേ. സർവസൃഷ്ടികളും ഇന്നുവരെ ഈറ്റുനോവോടെ ഇരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാവോ? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനു വേണ്ടിയിട്ട്. സകല സൃഷ്ടികളും, അതിന്റെ വചനം വായിച്ചു നോക്കിയാൽ അറിയാം, അതിലെല്ലാം ദൈവത്തിന്റെ പുത്രത്വത്തെ കുറിച്ചാ പറയുന്നത്. സകല സൃഷ്ടികളും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി ഈറ്റുനോവോടെ, സൃഷ്ടികൾ പുത്രത്വ ദാസ്യത്തിൽ നിന്ന് ഒരു സർവന്റ്, ദാസ്യം എന്ന് വെച്ചാൽ എന്താ? സർവന്റ് എന്നുള്ള പൊസിഷനിൽ നിന്ന് വിടുതലും പുത്രത്വത്തിന്റെ വെളിപ്പാടിനുമായി ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം അല്ലെ? ആ തേജസ്സിന്റെ സ്വാതന്ത്ര്യമല്ലേ ആ ക്യൂവിൽ നിൽക്കുന്നിടത്ത് ഞാൻ അനുഭവിച്ചത്. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കാൻ കർത്താവിന്റെ മക്കളുടെ ഒരു പ്രത്യേക തേജസ്സുണ്ട്. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ നമ്മൾ ആ ദാസ്യത്തിൽ നിന്ന് ഇല്ലെ, ഇവിടെ പലതിനും നമ്മൾ ദാസന്മാരാന്ന് തോന്നും അല്ലെ? രോഗത്തിന്ന് അടിമയാണ്, ഈ ലോകത്തിലെ കഷ്ടങ്ങൾക്ക് അടിമയാണ്. ആ ദാസ്യം എന്ന് വെച്ചാൽ എന്താ? ഒന്നിന്റെ അണ്ടറിലാ കിടക്കുന്നത്. നമ്മൾ എന്തൊക്കെയോ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട് അല്ലെ? ആ നിയന്ത്രണത്തിൽ നിന്നെല്ലാം നമ്മൾ വേർപെട്ട് വന്നില്ലേ? ഒരു ദൈവപുത്രന്റെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യത്തിനായി സകല സൃഷ്ടികളും എന്ത് ചെയ്യുന്നു? ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു. സൃഷ്ടികൾ ദാസ്യത്തിൽ നിന്നു വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. കാത്തിരിക്കുന്ന സകല സൃഷ്ടികളും അതിന്റെ 8:22 പറയാണ്. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഈറ്റുനോവോടെ ഇരിക്കുന്നുവല്ലോ. എല്ലാ സൃഷ്ടികൾ എന്ന് വെച്ചാൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാം ഈ ഭൂമിയിൽ ഈറ്റുനോവോടെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിനും
താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്, താങ്ക് യു ജീസസ്. സർവ സൃഷ്ടികളും അങ്ങനെ കാത്തിരിക്കുന്നു എന്ന് വചനം പറയുന്നു. താങ്ക് യു ലോഡ്. എന്താ ദൈവപുത്രന്മാരുടെ ആ തേജസ്, ആ തേജസ്സിന് വേണ്ടിയിട്ടാണ് സകല സൃഷ്ടികൾ കാത്തിരിക്കുന്നത്. സകല സൃഷ്ടികളും എന്ന് വെച്ചാൽ അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം അതിൽ ഉൾപ്പെടും. ജീവനുള്ളതും ഉൾപ്പെടും, ജീവനില്ലാത്തതും ഉൾപ്പെടും. സകല സൃഷ്ടികളും. നമ്മൾ വിചാരിക്കും ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുവാൻ ഇന്ന് എൻ്റെ മുന്നിലുള്ള എൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും, എൻ്റെ വീട്ടിലുള്ളവരായിരിക്കും, അല്ലെ, ഞാൻ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുവാനും അതിനനുസരിച്ച് എന്നോട് റെസ്പോണ്ട് ചെയ്യുവാനും നമ്മളെ സഹോദരൻ മനുഷ്യരെ ഉള്ളൂ എന്ന, അല്ലെങ്കിൽ പറയാ വേറെ ഒരു കാര്യം പറഞ്ഞാൽ വീട്ടിൽ ഒരു പൂച്ചക്കുട്ടിയെ വളർത്തുന്നുണ്ടെങ്കിൽ, ഒരു നായ്ക്കുട്ടിയെ വളർത്തുന്നു, അതൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ കേൾക്കും, മനുഷ്യരും കേൾക്കും. പക്ഷെ ദൈവം പറയാ സകല സൃഷ്ടികൾ നിങ്ങൾ പറയുന്ന കേൾക്കും. സകല സൃഷ്ടികളും നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഈ ദൈവത്തിന്റെ തേജസ് അത് കാണുവാനും അത് കേൾക്കുവാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈറ്റുനോവോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. എന്നോട് കർത്താവ് പറഞ്ഞ, ഈ ചലിക്കുന്നതിനെ ചലിപ്പിക്കാൻ നീ ആവശ്യമില്ല, ഈ ചലിക്കാത്തതിനെ ചലിപ്പിക്കാൻ നിനക്ക് സാധിക്കും. അല്ലെ, ഈ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനുള്ളതിനെ, ഒരു പൂച്ച നമ്മുടെ അടുത്തേക്ക് വരുമ്പോ അതിനെ ഒന്ന് തട്ടിയാൽ അതെന്ത് ചെയ്യും, പോകും. അല്ലെ, അത് ജീവനുള്ളതാ. അതിന്റെ അല്ലെ എന്തെങ്കിലും ഒരു ജീവി കർത്താവിനോട് പറയാം. അത് മാത്രമല്ല, ഈ ജീവനില്ലാത്തതിനെ പോലും മരിച്ചതിനെ പോലും ജീവിപ്പിക്കുവാനും ചലിപ്പിക്കുവാനും സാധിക്കുന്ന ശക്തിയാ കർത്താവ് എനിക്കുള്ളിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ചലിക്കുന്നതിന്റെ പുറകെ മാത്രം പോകാനുള്ളതല്ല, ചലനമറ്റതിനെ ഇനി ചലിക്കത്തില്ല, ഇനി മൂവ് ചെയ്യത്തില്ല, ഇനി റെസ്പോണ്ട് ചെയ്യത്തില്ല, ഈ അവസ്ഥയ്ക്ക് ഒരു പ്രതികരണം ഇനി ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന കാര്യത്തെ പോലും ചലിപ്പിക്കുവാൻ എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവിന് സാധിക്കും. എന്നിൽ നിന്ന് വെളിപ്പെടുന്ന ദൈവത്തിന്റെ തേജസ്സിന് സാധിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു നമ്മളെ വായിൽ നിന്ന് വചനം പുറപ്പെടുമ്പോ ഇങ്ങനെ എൻ്റെ ചുറ്റുപാട് സംഭവിക്കുമെന്ന്? റമന ശിഖിരി കലബല നമ്മുടെ ഉള്ളിൽ ദൈവം വച്ചിരിക്കുന്ന ദൈവത്തിന്റെ തേജസ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സകല സൃഷ്ടികളും നമ്മൾ ഇന്ന് കാണുന്ന ഈ കല്ല്, ഞാനിതാ ഒരു ടേബിളിന്റെ മുന്നിലായിരിക്കുന്നത്, ഈ ടേബിൾ ഞാൻ പറയുന്നത് അനുസരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ജീവനില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കും. വചനത്തിലുണ്ടല്ലോ, മോശ വലിയ ചെങ്കടലിന്റെ മുന്നിൽ നിന്ന് കരയുക. ഒരു ഹോപ്പുമില്ല, ഈ കടലിനെ അങ്ങോട്ട് മാറാൻ പറഞ്ഞാൽ സംഭവിക്കുകയോ? ഇല്ല. ഒരു വലിയൊരു നദി അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുക. അത് സമുദ്രമാ, കടലാണ്, അല്ലെ, ചെങ്കടലാണ്, സമുദ്രമാ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു പുഴയൊന്നുമല്ല, വലിയൊരു സമുദ്രം ചെങ്കടലിന്റെ മുന്നിലേക്ക് നിൽക്കുക, കടലിന്റെ മുന്നിലാ നിൽക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? അവിടെ നിന്നതിന് ശേഷം കരയുക, ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുവാൻ ഞങ്ങൾക്ക് എന്തില്ല, വഴിയില്ല. സ്വർഗത്തിലെ ദൈവം മോശയുടെ മുന്നിൽ നിന്ന് പറഞ്ഞു, മോശേ നീ കരയുന്നത് എന്തിന്? നിന്റെ കയ്യിൽ ഞാൻ തന്ന വടിയെ ഒന്ന് നീട്ടി അതിനോട് കൽപ്പിക്ക, വിഭാഗിക്ക എന്ന് പറയാ, ഡിവൈഡ് എന്ന് പറയാ. ആ വിഭാഗിക്ക എന്ന് പറയുമ്പോ അത് നിന്റെ മുന്നിൽ നിന്ന് നീങ്ങിപ്പോകുമെന്ന് യഹോവ മോശയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. മോശ കരഞ്ഞുകൊണ്ട് വിറച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആ ചെങ്കടലിനോട് എന്ത് ചെയ്തു? മാറിപ്പോകാൻ പറഞ്ഞു. ആ കടല് രണ്ടായി മാറി. അതിന്റെ നടുവിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുവാനിട വന്നു. യോശുവ യുദ്ധം ചെയ്ത സമയത്ത് സൂര്യനോട് അവിടെ പറഞ്ഞു, കൽപ്പിച്ചു, എന്ത് ചെയ്യരുത്, അത് എന്നും സഞ്ചരിച്ച് ചലിച്ചുകൊണ്ടിരുന്ന സൂര്യൻ ജീവനില്ലാത്തതാ. പക്ഷെ എന്ത് ചെയ്തു? അവിടെ നിന്നു. സൂര്യൻ അന്ന് അസ്തമിച്ചില്ല എന്ന് വചന പുസ്തകത്തിൽ പറയുന്നു. പച്ചവെള്ളം, കാനാവിൽ പച്ചവെള്ളം ദാ ഇതുപോലെ ഒരു ഗ്ലാസ്സിലെ വെള്ളമാ, അല്ലെ, ഇതുപോലെ ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് അത് എന്ത് ചെയ്യാ? ഇതിന് ജീവനില്ല, വീഞ്ഞു തീർന്നു പോയി, ജീവനില്ലാത്തൊരു വസ്തുവാ ഇത്. ജീവനില്ലാത്ത ഈ ഗ്ലാസ്സിൽ കിടക്കുന്ന വെള്ളത്തിനോട് ദൈവം കൽപ്പിച്ചു അത് ഒരു മധുരകരമായ വീഞ്ഞായി മാറുക എന്ന് കൽപ്പിച്ചപ്പോ ആ ജീവനറ്റത്, ചലിക്കാത്തത്, നിർജീവമായത് നമ്മുടെ ഇഷ്ടപ്രകാരം മാറി വന്നു. പറഞ്ഞാട്ടെ, എൻ്റെ ഇഷ്ടപ്രകാരം അത് മാറി വന്നു. ദൈവ കൽപ്പന പ്രകാരം അത് മാറി വന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മളെ ഉള്ളിൽ നിന്ന് വെളിപ്പെടുന്ന ദൈവിക തേജസ്സിനെ, ജീവനുള്ളതിനെ ജീവനില്ലാത്തതിനെ ചലിപ്പിക്കുവാൻ സാധിക്കും. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ഒരു ഉറപ്പ് നമ്മളെ കുറിച്ചുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യമാ ഭയപ്പെടാനുള്ളത്? നമുക്ക് എന്തിനെയാ ഭയപ്പെടാനുള്ളത്? അതുകൊണ്ട് പത്രോസ് കാരാഗ്രഹത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച് കിടക്കുമ്പോഴും എന്ത് ചെയ്തത്? സുഖമായി കിടന്നുറങ്ങിയത്. ഈ ചങ്ങല എനിക്കൊരു ബന്ധനമല്ല. എത്ര
കർത്താവെ എത്ര ജീവനില്ലാത്തതും എത്ര കമ്പികളും എത്ര ജയിലിന്റെ അറകളെയും പൊട്ടിച്ച് എത്ര കാരാഗ്രഹത്തെയും പൊട്ടിച്ച് ഒരു മനുഷ്യനെ വെളിയിലേക്ക് കൊണ്ടുവരാമെന്ന് പ്രിയ അപ്പോസ്തലന്റെ ഹൃദയത്തിൽ വ്യക്തമായ ഒരു ധാരണ അതിൽ എന്താ പറയുക, സംശയമില്ലാത്തൊരു ഉറപ്പ് പ്രിയ അപ്പോസ്തലന്റെ ഹൃദയത്തിൽ ഉണ്ടായത് കൊണ്ട് അവിടെ സ്വസ്ഥമായി കിടന്നുറങ്ങി. പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിൽ വ്യക്തമായ ഒരു ധാരണയുള്ളത് കൊണ്ട് അവിടെ എന്ത് ചെയ്തു? സ്വസ്ഥമായി കിടന്നുറങ്ങി. എങ്ങനെ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റും? കർത്താവിൽ എനിക്കുള്ള ഉറപ്പ്. വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? കർത്താവിലുള്ള ഒരു സ്വാതന്ത്ര്യമാ. ദൈവത്തിന്റെ വചനം പറയുന്നത് പ്രത്യാശ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം 3 നിലനിൽക്കുന്നു. ഇതിൽ സ്നേഹം വലുതാ, പക്ഷെ ആ കൂട്ടത്തിൽ കണ്ടോ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പൊ ഈ പ്രത്യാശ എന്ന് പറയുന്നതിലെ വചനം പറയുന്നു ഒരു നങ്കൂരമാ. എന്ത് നങ്കൂരല്ലേ? ഞാൻ റെഫറൻസ് എടുക്കുന്നില്ല. പ്രത്യാശ എന്ന് പറയുന്നത് ഒരു ആത്മാവിന്റെ നങ്കൂരമാ. ആത്മാവ് നമ്മുടെ എവിടേക്ക് എത്തിക്കുന്നു അവിടേക്ക് നമ്മളെ എത്തിക്കാനുള്ള ഒരു നങ്കൂരമാ. ആ നങ്കൂരം, ആ പ്രത്യാശ എന്ന് പറയുന്ന നങ്കൂരം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിശ്ചയമായും നമ്മൾ അവിടേക്ക് എത്തും. അതുകൊണ്ട് ആ പ്രത്യാശയ്ക്കോ ഭംഗം വരത്തില്ല എന്ന് വചനം പറയുന്നത്. നമ്മുടെ പ്രത്യാശയ്ക്കില്ലേ ഒരു ഭംഗവും വരത്തില്ല. നമ്മൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി തന്നെ നമ്മുടെ ജീവിതത്തിൽ വരും. ഇതിന് ഒറ്റ കാര്യമുണ്ട്, ദൈവ മക്കളുടെ വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു സാധാരണ വിശ്വാസിയെ പോലെ ഇരിക്കാൻ ഞാൻ പറയാ, കർത്താവെ എനിക്ക് ഇരിക്കണ്ട. ഞാൻ ദൈവത്തോട് പറയാ, എനിക്ക് ഇരിക്കണ്ട. അങ്ങനെ ഒരു സാധാരണ ഫെയ്ത്തിൽ ഇരിക്കുന്ന ഒരാളെ പോലെ എനിക്ക് ഇരിക്കണ്ട. ഞാൻ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന്, വലിയൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അതെല്ലാം ഉപേക്ഷിച്ച് വന്നതാ. ഞാൻ ചില വില കൊടുത്ത് തന്നെയാ കർത്താവിനെ എന്ത് ചെയ്തത്? രക്ഷിതാവായി സ്വീകരിച്ചത്. എനിക്ക് അതുകൊണ്ട് എന്റെ ദൈവത്തെ ആത്മാവിലെ സത്യത്തിലും എനിക്ക് ആരാധിക്കണം. എന്റെ ദൈവത്തെ വാസ്തവമായി എനിക്ക് അറിയണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുന്നേ ഷെയർ ചെയ്ത നന്നായി പഠിക്കുന്ന സ്കൂളിൽ 10th സ്കൂൾ ടോപ്പറായി പാസ്സായ ഒരു കുട്ടിയാ. അതുകൊണ്ട് തന്നെ ഒരു ഭോഷത്വം കേട്ട് ഭോഷത്വത്തിന്റെ പുറകെ പോകുവാൻ ഞാൻ റെഡിയല്ല. ഒരു സത്യമുണ്ടെങ്കിൽ ആ സത്യത്തെ മനസ്സിലാക്കി അതിനെ ജ്ഞാനത്തിൽ ഗ്രഹിച്ച് അതിനടിയിൽ ചിലപ്പം പല ക്രിസ്ത്യാനികൾക്കും ചിലപ്പം ചിലത് മനസ്സിലായില്ല എന്ന് വരും. ഞാൻ പറഞ്ഞു, കർത്താവെ എനിക്ക് ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്, എനിക്ക് ജ്ഞാനം ദൈവം തന്നിട്ടുണ്ട്. ആ ജ്ഞാനത്തെ ഞാൻ ദൈവവചനത്തിനകത്തുള്ള സത്യത്തെ അന്വേഷിക്കുവാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കും. ആ ദൈവത്തിന് ഇഷ്ടമാ നമ്മൾ ജ്ഞാനിയായിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കി, നമ്മളെ ലോകത്തിലുള്ളതിനെക്കാട്ട് കർത്താവിന് ഇഷ്ടമായി ഏറ്റവും നന്നായി പഠിക്കുക, ഏറ്റവും നന്നായി. എന്റെ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കുന്നു, കർത്താവിനെ അറിഞ്ഞാൽ പിന്നെ പഠിത്തവും വേണ്ട, വിദ്യാഭ്യാസവും വേണ്ട, ഒന്നും വേണ്ട, വചനം വായിച്ചാൽ മതി. പിന്നെ ആ മനസ്സിലായത് കർത്താവിന് ഏറ്റവും ഇഷ്ടം നല്ല ഡോക്ടറേറ്റ് എടുക്കുന്ന ആൾക്കാരെയാ. കാരണം എന്താ പറയുക, ഏറ്റവും ജ്ഞാനമായി ചെയ്യുന്നത്, ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആകുന്നത്, നമ്മൾ ഏറ്റവും ജ്ഞാനം പ്രാപിക്കുന്നത്. ദൈവം പറയാം, നീ നിന്റെ സകല സമ്പത്തും വിട്ട് ജ്ഞാനം പ്രാപിക്കുക എന്ന് വെച്ചാൽ ലോകത്തിന്റെ ജ്ഞാനം അല്ല, അതായത് ലോകത്തിലെ ജ്ഞാനവും ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മളെ സർവജ്ഞാനിയായിരിക്കാനാ ദൈവത്തിന് ഇഷ്ടം. അത് വചനം, നമ്മളെ ഈ വചനത്തിൽ വിശ്വസിച്ച ഒരു വ്യക്തി ദൈവിക ജ്ഞാനത്തിലും സർവജ്ഞാനത്തിലും വളരണമെന്ന് ദൈവത്തിന് ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, നമ്മളെ മുന്നിൽ കിട്ടിയ ഒരു വചനം ഒരു പാസ്റ്റർ പറഞ്ഞു കഴിയുമ്പോൾ അത് കേട്ട് ഒരു കുറിവാക്യവും കൊണ്ട് നമ്മൾ പൂട്ടി വെക്കരുത്. അതിനകത്ത് ചില മറഞ്ഞു കിടക്കുന്ന ദൈവിക മർമ്മങ്ങളുണ്ട്, ചില ആലോചനകളുണ്ട്, ആർക്കും വെളിപ്പെടാത്ത ചില റിസർച്ച് അതിനകത്ത് നമ്മൾ ചെയ്യണം. ഒരു PhD നമുക്ക് അതിനുള്ളിൽ എടുക്കണം എന്ന് വെച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പ്രാസംഗികയാകാനല്ല. റബനാഷിക്കിരി മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പൊ പലരില്ലേ ക്രിസ്ത്യാനിറ്റിയിൽ കിട്ടുന്ന അഭിഷേകത്തെ ഷൈൻ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? കാരണം അനോയിന്റിങ് പറയണം, നല്ല വചനം പറയണം, 10 ആളെ മുന്നിൽ നിൽക്കണം. ഞാൻ പറയാം, എന്റെ ദൈവമേ, നമ്മൾ വീട്ടിനകത്ത് എനിക്ക് ടെസ്റ്റ് മണി, ആ ദൈവത്തിന്, സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം ആരാത്മാവിൽ ഒരുങ്ങി വരുന്നു, ആരാത്മാവിൽ പ്രിപ്പയർ ചെയ്യുന്നില്ലേ, കർത്താവിനറിയാം. ആ ഒരു ടെസ്റ്റ് മണിയാ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ ഈ വചനത്തിന്റെ മർമ്മങ്ങളെ അന്വേഷിച്ച് വെറും വീട്ടിനകത്തിരുന്ന്, റൂമിനകത്തിരുന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയും കർത്താവിൽ പ്രാർത്ഥിക്കുകയും ചെയ്ത സമയത്തിലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അടുത്തേക്ക് ഒരു മെസ്സേജ് പോയി. ഒരു വൺ ലേഡി ഈസ് പ്രിപ്പയറിംഗ് ഇൻ സ്പിരിറ്റ്. ഒരു വ്യക്തി ആത്മാവിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, നീ അവളെ ഉപയോഗിക്കണം. സത്യമായി ഞാൻ പറയുന്നത്, നീ അവളെ ഉപയോഗിക്കണം. അവളോട് ഞാൻ ചിലത്
സംസാരിക്കുന്നു, നീ അവളെ ഉപയോഗിക്കണം. അങ്ങനെയാ നമ്മളെ ഉള്ളിൽ നിന്ന് മിനിസ്ട്രി വെളിപ്പെടുന്നത്. എനിക്ക് മനസ്സിലായൊരു സത്യമാ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, ആരും കാണാതെ സ്ഥലത്ത് ചില വചനത്തെ ഞാൻ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിക്കുന്നത് കാണുവാൻ ഇടവന്നു. പ്രിയ ദൈവത്തിന്റെ ജനമേ, എൻ്റെ അമ്മയ്ക്കില്ലേ, ഞാൻ മുന്നേ പറഞ്ഞതാണല്ലോ, ഒരാളെ മുന്നിൽ പോയി സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അച്ഛന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമ്മ നല്ല സ്മാർട്ടായിട്ടിരുന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും. അച്ഛന് സോഷ്യലി ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാ. പല രീതിയിൽ അമ്മേനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അച്ഛൻ എന്റെ ചെറിയ കാലം മുതലേ ശ്രമിക്കുന്നത് ഞാൻ കാണുമായിരുന്നു. ഒരാളെ മുന്നിൽ നിന്ന് ഒരു വേർഡ് പോലും, സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വേർഡ് പോലും പറയാൻ അമ്മയ്ക്ക് അറിയത്തില്ല. പണ്ട് ഞാൻ ചെറുപ്പത്തിലായ സമയത്തില്ലേ, അന്ന് സ്വയം സഹായ സംഘം കേട്ടിട്ടില്ല, ഇന്ന് പലർക്കും അറിയാലോ. വർഷങ്ങൾക്ക് മുന്നേ, ഏകദേശം എനിക്ക് തോന്നുന്നത് ഞാൻ 2000 ഒരു 90 ആ സമയത്താന്ന് തോന്നുന്നു, 90 ആ സമയത്താ ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതിന്റെ എത്രയോ മുന്നേ. ആ സമയങ്ങളില് ഒരു 90 85 90 ആ കാലഘട്ടത്തില് ആദ്യമായി ഞങ്ങൾ ഡിസ്ട്രിക്റ്റില് സ്വയം സഹായ സംഘങ്ങളെ പറ്റിയിട്ടുള്ള വലിയൊരു ബൈലോ പ്രിപ്പയർ ചെയ്തത് അച്ഛനായിരുന്നു കേരളത്തിൽ നിന്ന് അതിന് ആദ്യമായ ഒരു ട്രെയിനിങ്ങിന് പോയത്. അച്ഛൻ ആ ഡിസ്ട്രിക്റ്റിൽ വന്ന് ഒത്തിരി പേരെ ഈ കാര്യത്തെ പറ്റി, ആ ബാങ്കിങ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും ഒക്കെ ഒത്തിരി പേരെ പഠിപ്പിച്ചിരുന്നത് അച്ഛനായിരുന്നു. അന്ന് അതിന്റെ ബൈലോ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിന്റെ പാസ്ബുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, പിന്നെ അത് ഒത്തിരി ഡെവലപ്ഡ് ആയി. അന്ന് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിൽ ഒറ്റ സ്ഥലത്തായിരുന്നു ഈ ഒരു സ്വയം സഹായ സംഘം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ട് അറിയുന്ന. ഞങ്ങൾ അവിടെ മാത്രമായിരുന്നു ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഒത്തിരി പേർക്ക് അച്ഛൻ ക്ലാസ് എടുക്കുവാനിട വന്ന്. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയാവോ, അന്നൊക്കെ അമ്മയെ ഇത് വനിതാ ബാങ്ക് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ രൂപപ്പെട്ടത് എത്രയോ വർഷങ്ങൾ 85 90 കാലഘട്ടത്തിൽ. അതിന്റെ ബൈലോസും അതിന്റെ പേപ്പറുകളൊക്കെ ഡിസ്ട്രിക്ട് ലെവലില് കേരളത്തിൽ ഒരാൾക്കും 2 പേർക്കൊക്കെ അന്ന് ട്രെയിനിങ് കൊടുത്ത് ആദ്യമായി അച്ഛൻ ബാങ്കിന്റെ സീനിയർ ഓഫീസറായി വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ കൊടുത്ത സമയത്ത് അമ്മയെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് അമ്മയെ ഒരു 10 പേരെ മീറ്റിംഗിൽ നിന്ന്, ലേഡീസിന്റെ മീറ്റിംഗ്, അവരിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ അച്ഛൻ ഒരുപാട് ശ്രമിച്ചതാ. നാളെ മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഇന്ന് തുടങ്ങും പനി, തലേ ദിവസം തുടങ്ങും പനിയും അസ്വസ്ഥതയും. കാരണം അത്രയ്ക്ക് ഭയമാ ഒരാളെ മുന്നിൽ നിൽക്കാൻ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, പേടിച്ചിട്ട് കാല് പിടിച്ച് അപേക്ഷിക്കുക, എന്നോട് പറയല്ലേ, എന്നോട് സംസാരിക്കാൻ പറയല്ലേ എന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. എന്നിട്ട് പലരെടുത്തും അമ്മയെക്കാൾ സംസാരിക്കാനും ഞാനോ ഇല്ലാത്ത പലരെടുത്തും പോയച്ചിട്ടില്ലേ, അച്ഛൻ പറഞ്ഞിട്ട് ഇതൊന്നും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടതാ. എന്നാൽ ഞാൻ കാണുക, ഇത്രയും കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അമ്മയ്ക്ക് ഒത്തിരി വയസ്സായി, ഒത്തിരി എന്ന് വെച്ചാൽ ഒരുപാട് വയസ്സായി. അപ്പം എന്താ പറയാ, വാർദ്ധക്യത്തിലെത്തി എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ ഏജിൽ ദൈവം എന്ത് ചെയ്തു, അമ്മയെ ശക്തമായി ഉപയോഗിക്കുന്നത് കാണുവാനിടയായി. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേലേക്ക് വന്നു കഴിഞ്ഞാലില്ലേ, ആ വ്യക്തി ആകെ മാറും. നമുക്കില്ലേ, നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇല്ലേ, നമ്മളെ കഴിവുകളെ ദൈവം ഉപയോഗിക്കും. നമുക്കില്ലേ, പിന്നെ ദൈവമാ നമുക്ക് ജ്ഞാനവും ബുദ്ധിയും ഒക്കെ തരുന്നത്. ഞാൻ അതിൽ നിന്നാണല്ലോ വന്നത്. നമുക്ക് വിസ്ഡം തരുന്നത് ദൈവമാ. കർത്താവ് ജ്ഞാനം തരുന്നത് നമ്മൾ ആത്മാവിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴില്ലേ, നമുക്ക് വേണ്ടതൊക്കെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. എന്നാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, അവരാത്മാവിൽ നിറയുവാൻ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം അവർക്ക് വന്നാലില്ലേ, അവരേതു മേഖലയിലായിരുന്നാലില്ലേ, അവരവിടെ പ്രിപ്പയർഡ് ആകും, അവരവിടെ ജ്ഞാനമുള്ളവരാകും, അവര് കഴിവുള്ളവരായി മാറും. ഇന്ന് അമ്മ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ സൗഖ്യമാകുന്നു, മുഴകൾ അപ്രത്യക്ഷമാകുന്നു, ജപ്തി നോട്ടീസ് വന്ന്, പോലീസ് വന്ന വീടുകളിൽ നിന്നിലെ ജപ്തി തള്ളിപ്പോകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ടെസ്റ്റ് മണിയെ 17 വയസ്സായ കൊച്ചിന് ക്യാൻസർ യൂട്രസിൽ ക്യാൻസർ ആന്ന് പറയപ്പെട്ടു. ആ അമ്മ തകർന്നു പോയി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ക്യാൻസർ ആന്ന് പറയപ്പെട്ട് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അവിടെ നിന്ന് അമ്മ പറഞ്ഞു, പ്രാർത്ഥിച്ച സമയത്ത് ഇല്ല, അത് സംഭവിക്കത്തില്ല, നീ വിശ്വസിച്ചാൽ മതി, ദൈവം അത്ഭുതം ചെയ്യുന്ന പറഞ്ഞു. ടെസ്റ്റിങ്ങും കാര്യങ്ങൾ ക്യാൻസർ ആന്ന് പറഞ്ഞു വിട്ട ആളെ സെക്കൻഡ് ടെസ്റ്റിൽ പോയി നോക്കുമ്പോൾ അങ്ങനെ ഒരു ക്യാൻസർ പിന്നെ അവിടെ കാണുവാനില്ല. എത്ര വലിയ സന്തോഷമാ നമുക്കില്ലേ, നമ്മളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കാണുമ്പോൾ. അത് സാധാരണ വ്യക്തിത്വമാ. പക്ഷെ എന്തോ ഒരു കാര്യം എന്നറിയാം, നമ്മളെ സ്റ്റേജുകൾ
ചർച്ചുകൾ കാണണമെന്നില്ല, വലിയ സമൂഹങ്ങൾ നമ്മളെ കാണണമെന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ഈ പുസ്തകത്തിന്റെ മർമ്മത്തെ അന്വേഷിച്ച് നമ്മൾ ബുദ്ധിമാന്മാരായി നമ്മൾ ഈ കർത്താവിനോട് കൂടെ ഇരുന്ന ദൈവം മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരും. അങ്ങനെയുള്ളൊരു മർമ്മമാണ് ഞാൻ ഇവിടെ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഒരു കാര്യം പറയാ. ഞാൻ കൈവച്ച രോഗം മാറുമെങ്കിൽ ഞാൻ എന്തു ചെയ്യത്തില്ലേ? എന്തിനും ഞാൻ വിട്ടുകൊടുക്കത്തില്ലേ? ഞാനൊന്ന് പ്രാർത്ഥിച്ച എൻ്റെ വീട്ടിലെ ദുർഘടങ്ങൾ മാറുമെങ്കിൽ ഞാൻ അതിനുവേണ്ടി എന്തു ചെയ്യത്തില്ലേ? ഞാനൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ചലിക്കാത്ത പലതും ചലനം സംഭവിക്കുമെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളെ ഭാവിയെ വഴി നടത്തുമെങ്കിൽ, എൻ്റെ വീട്ടിലെ കടം ലക്ഷക്കണക്കിന് രൂപയുള്ള ജപ്തിയ കഴിഞ്ഞ ദിവസം അത് തള്ളിപ്പോയി എന്ന് പറയുന്ന കേൾക്കുവാനിട വന്നത്. അമ്മ ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലില്ലേ, അവർക്ക് ലക്ഷക്കണക്കിന് രൂപ, അവർക്ക് 1000 രൂപ എന്ന് പറയുമ്പോൾ 1 കോടി പോലെ ഉള്ളതാ. അവരെന്തോ ഒരു കാര്യത്തിന് ലോൺ എടുത്തിട്ട് അതിന്റെ അടയ്ക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അത് പറ്റിയില്ല. വീട് വെക്കാനോ സംതിങ് 10-15 ലക്ഷം രൂപ ലോൺ എടുത്തു. അവർക്ക് അടയ്ക്കാനേ പറ്റത്തില്ല. അത് പലിശ കയറി അതിന്റെ ഇരട്ടിയായി. അവർക്ക് ഒന്നുകൊണ്ട് പറ്റുന്നില്ല. നിലവിളിച്ച് തകർന്ന് ജപ്തി നോട്ടീസ് വീട്ടിൽ വന്നു. ആ അമ്മയും കുഞ്ഞുങ്ങളും ഹസ്ബൻഡ് കരയാൻ തുടങ്ങി. അവർക്ക് അവരെ ഫ്യൂച്ചർ പോലും നഷ്ടപ്പെട്ടു പോയി. ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സകലതും നഷ്ടപ്പെട്ടു എന്ന വേദനയും ദുഃഖവും കൊണ്ട് ഭാരപ്പെട്ട് വന്ന് പ്രാർത്ഥിച്ച സമയത്ത്, വെറും ഒരു സാധാരണ ഒരു മാതാവ് കണ്ണീരോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് വെറും 2.5 ആഴ്ച കൊണ്ട് അവരെ ലക്ഷക്കണക്കിന് രൂപയുടെ ജപ്തി നോട്ടീസ് തള്ളിപ്പോകുന്നത് കാണുവാനിട വന്നു. എങ്ങനെ ഇത് സംഭവിച്ചു? അമ്മ പറയാ, എനിക്ക് തന്നെ ഭയമായി പോയി. പ്രാർത്ഥിച്ച എനിക്ക് തന്നെ ഭയമായി പോയി. കാരണം എന്തുവാ അറിയാവോ? പ്രാർത്ഥിച്ചു, അവരൊന്നും നിന്നെ ചെയ്യത്തില്ല, ഒന്നും നിന്റെ വീട്ടിനകത്തേക്ക് വരത്തില്ല, നിങ്ങൾ വിശ്വസിച്ചാൽ മതി, ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വസിച്ചാൽ മതി എന്ന് പറയാനിടെ എന്താണെന്നറിയോ സംഭവിച്ച്? ഈ 2 ആഴ്ച കൊണ്ട് ആ ലോൺ എടുത്ത ബാങ്ക് പൊട്ടിപ്പോയി. ബാങ്ക് ഫെയിൽ ആയിപ്പോയി. ആ ബാങ്ക് ഫെയിൽ ആയി പോയിട്ടില്ലേ, ആ ബാങ്ക് ഇല്ലാതായിപ്പോയി. ആ ബാങ്ക് നിന്ന് ലോൺ എടുത്ത എല്ലാവരുടെയും ലോണുകൾ തള്ളപ്പെട്ടു. അവിടെ പണം അടിച്ചതും പടക്കേണ്ടവരൊന്നും ഇനി അടയ്ക്കണ്ട, ആ ബാങ്ക് ഇന്നില്ല. അതുപോലെ എന്നിട്ട് ആ സിസ്റ്റർ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണീരിന് വേണ്ടി മാത്രമാ പ്രാർത്ഥിച്ചത്. എന്നാൽ ഒരുപാട് പേരുണ്ടായിരുന്നു ഇതുപോലെ ചെറിയ ചെറിയ കർഷകരായിട്ടുള്ള ആൾക്കാർ. അവരെ എല്ലാം ജീവിതത്തിൽ കണ്ണീര് കേട്ടതുപോലെയായി. അതുകൊണ്ട് നമ്മളുടെ ഒരു പ്രാർത്ഥന ഒരു വ്യക്തിയെ മാത്രമല്ല വിടുവിക്കുന്നത്, ഒത്തിരി പേരെ കണ്ണീര് വിടുവിക്കും. ഇങ്ങനെ ഒരു ക്വാളിറ്റി, ഇങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുമെങ്കിലില്ലേ, എനിക്ക് എന്തുകൊണ്ട് ഈ കർത്താവ് പറയുന്ന വഴിയിലേക്ക് വന്നുകൂടാ? അതുകൊണ്ടാ പറയുന്നത്, നിങ്ങളിൽ നിന്ന് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി സകല സൃഷ്ടികളും, സൂര്യനും ചന്ദ്രനും നമ്മുടെ മുന്നിലുള്ള എല്ലാ ജീവനുള്ളതും ജീവനില്ലാത്തതും ചലിക്കാത്തതുമായ സകലതും എൻ്റെ പുത്രത്വത്തിന്റെ വെളിപ്പാടിനായി ഈറ്റുനോവോടെ കാത്തിരിക്കുക. എന്തിനാ അവർ ഈറ്റുനോവോടെ കാത്തിരിക്കുന്നത്? എനിക്ക് വലിയൊരു ടെസ്റ്റ് മണി ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ജീവൻ ഇല്ലാത്തതും ഇത് അനുസരിക്കുമെന്നത്. എൻ്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഇതിനു മുന്നേ വയനാട്ടില് ആ ചുരം ആ കുന്നിടിഞ്ഞ് ഒത്തിരി പേര് മരിച്ച വിവരം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ദേശം മുഴുവൻ മണ്ണിനടിയിൽ അകപ്പെട്ടത് നമുക്കറിയാമല്ലോ. ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നതിന്റെ തലേ ദിവസം ഇവിടെയുള്ള എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ദേവദാസനും ദേവദാസിയും ഞങ്ങൾ കുടുംബമായി ഫാമിലി ഫ്രണ്ട്സ് ആണ്. അവര് നാട്ടിലേക്ക് കടന്നുപോയി. എൻ്റെ ദേശത്തിലേക്ക് ആദ്യം അവിടേക്ക് പോയതാ. അവിടെ ഞങ്ങൾ ചർച്ചിൽ അവർ ശുശ്രൂഷ ചെയ്തു. ഒരാൾ വർഷിപ്പ് ലീഡറാണ്, മറ്റവര് ഹസ്ബൻഡ് ശുശ്രൂഷിച്ചു. അങ്ങനെ ഭയങ്കര ഹാപ്പിയായി 2 ദിവസം അവരുടെ കൂടെ നിന്ന് അവർ വയനാട്ടിൽ ചുരം കാണാൻ വേണ്ടി പോയി. കുഞ്ഞുങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ദുബായിൽ ജനിച്ച് ജീവിച്ച മക്കളാണ്. അവരവിടെ വയനാട്ടിൽ റിസോർട്ട് എടുത്ത് ഞങ്ങളെ പാസ്റ്ററും എല്ലാവരും കൂടി അവിടെ ഒരു ദിവസം രാത്രി താമസിക്കാൻ വേണ്ടി പോയി. അന്ന് അവിടെ എത്തിയപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു, ഹലോ എന്തുണ്ട്, ഞങ്ങളെ ദേശത്തെ ചവിട്ടി പ്രാർത്ഥിക്കണേ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഫോണിലൂടെ ഭയങ്കര ഹാപ്പിയായി അവിടെ പോയി അവര് ശുശ്രൂഷ ചെയ്തത് കണ്ടപ്പോ. അന്ന് ദിവസം അവർ വയനാട്ടിലെത്തിയ ദിവസം രാത്രി ഏകദേശം അവിടുത്തെ 12 മണിയായപ്പോ പരിശുദ്ധാത്മാവ് എന്നെ അവരോട് വിളിക്കാൻ വേണ്ടി തോന്നിപ്പിച്ചു. ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ വിളിച്ചു പറ, നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ഒരു ദേശത്തിന്റെ കുന്നിന്റെ മേലെയാ നിൽക്കുന്നത്, വയനാട് ചുരത്തിന്റെ ഏറ്റവും മേലെയാ നിൽക്കുന്നത്. അവിടെ നിന്നിട്ട് ഉറക്കനെ വിളിച്ചു പറയാ, ബ്ലസ് ദ വയനാട് എന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. ബ്ലസ് ദ വയനാട് എന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. ഇവര് 2 പേരില്ലേ, ചെറിയ കുട്ടികളെ പോലെ അവിടെ നിന്നില്ലേ ജനല് തുറന്ന് പുറത്തേക്ക് നോക്കി വയനാടിനെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു
ഉറക്കനെ പറയാൻ തുടങ്ങി. അവള് കുഞ്ഞിനെ പോലെ ബ്ലസ് ദ വയനാടേ, വയനാടിനെ അനുഗ്രഹിക്കുന്നു എന്ന് ഇവര് കുഞ്ഞുങ്ങളെ പോലെ വിളിച്ചു പറയാൻ തുടങ്ങി. ഒരു തമാശ പോലെ വിളിച്ചു പറയാൻ തുടങ്ങി. അന്ന് ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴേ എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്തിനാന്നറിയത്തില്ല, ഭയങ്കരമായ അസ്വസ്ഥത ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോകുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വീട്ടിലിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തിനാന്നറിയത്തില്ല, എന്തോ ഒരു കാര്യത്തിന് പരിശുദ്ധാത്മാവിനെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ വെറും മാറ്റിൽ ഇരുത്തി, കാർപ്പറ്റിൽ ഇരുത്തി. എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത. എന്താണ് അറിയത്തില്ല, എന്തിനോ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് മണിക്കൂർ പ്രാർത്ഥിക്കുക. 8 മണിയായി, 9 മണിയായി, 10 മണിയായി, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 10 മണിയായ സമയത്ത് ഞാൻ ഫോണൊന്നും നോക്കുന്നില്ല. പെട്ടെന്ന് ഫോണിൽ വാട്സപ്പിൽ ന്യൂസ് കൊണ്ട് വയനാട്ടിൽ വൻ ദുരന്തം. ആ കുന്ന് മുഴുവൻ ഇടിഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. എന്റെ ദൈവമേ, ഞാൻ ചാടിപ്പോയി ഫോൺ എടുത്തു, ഇവരെ വിളിച്ചു നോക്കി. ഞാൻ വിളിച്ചു നോക്കിയപ്പോ അവര് പറയാ അവർക്ക് പോലും അറിയത്തില്ല എന്താ സംഭവിച്ചത്. കാരണം ഫോണിലെ നെറ്റ് പോയിട്ടുണ്ടായിരുന്നു, ഫോണിലെ ചാർജ് കുറവായിരുന്നു. അതുകൊണ്ട് എന്താ ഇപ്പുറം സംഭവിച്ചതെന്ന് അവർക്കറിയത്തില്ല. അവര് വിളിച്ചപ്പോ പറഞ്ഞു റോഡൊക്കെ ബ്ലോക്കാന്നാ പറയുന്നത്, അങ്ങോട്ട് വാഹനം പോകാൻ പറ്റുന്നില്ല, ഞങ്ങൾ പോകുന്ന പാലമൊക്കെ ഒലിച്ചു പോയി എന്നാ പറയുന്നത്, ഇനി വേറെ സ്ഥലത്ത് കൂടെ ഞങ്ങൾക്ക് യാത്ര ചെയ്യണം എന്ന് അവര് പറയാനിടയിൽ. ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ വിളിച്ചു പറ, പർവ്വതങ്ങളെ ആർപ്പിടുവിൻ, കുന്നുകളെ ആർപ്പിടുവിൻ, യഹോവയുടെ ഭക്തന്മാർ ഈ വഴിയിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരമോ ഒരു വൃക്ഷമോ ഒരു കാറ്റോ നിങ്ങളെ ഭീഷണിപ്പെടത്തില്ല. അവർ നിങ്ങൾ വരുമ്പോ ആനന്ദിക്കും. ഇല്ലേ, ക്രോധമല്ല നിങ്ങൾ കാണുക, ആനന്ദിക്കും എന്ന് പറഞ്ഞു. അവരടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, പർവ്വതങ്ങളെ ആർപ്പിടുവിൻ, കുന്നുകളെ കൈകൊട്ടി ആർപ്പിടുവിൻ, ഇതാ അങ്ങയുടെ ഭക്തന്മാർ ഈ വഴിയേ നടന്നു വരുന്നു. ആ വേർഡിന്റെ റെഫറൻസ് ഞാൻ മറന്നുപോയി. ആ റെഫറൻസ് എടുത്ത് ഞാൻ എന്ത് ചെയ്തു, അവളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അവള് പറഞ്ഞു, യാത്ര ചെയ്യുന്ന കാറിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, പർവ്വതങ്ങളെ സന്തോഷിപ്പിൻ, കുന്നുകളെ ആർപ്പിടുവിൻ, ഇതാ അങ്ങയെ സ്നേഹിക്കുന്ന അങ്ങയുടെ മക്കൾ ഇതാ കടന്നു വരുന്നു, ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുവിൻ, ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുവിൻ. ഇവൾ വിളിച്ചു പറഞ്ഞ് ആനന്ദിച്ചു. ഒരു പരിഭ്രമില്ല. ഇത് പറഞ്ഞ് ആനന്ദിച്ച സമയത്തിലെ വിത്തിൻ മണിക്കൂറുകൾ കൊണ്ട് അവർ ആ ചുരത്തിൽ നിന്ന് താഴെ എത്തുവാൻ ഇട വന്നു. ആ താഴെ വന്നപ്പോ അതിന്റെ ഭീകരാവസ്ഥ എന്താണ്! തൊട്ട് സ്ഥലം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കിലോമീറ്റർ പോലും വ്യത്യാസമില്ലാത്ത ഒരു കുന്നിന്റെ 2 ചരിവായിരുന്നു അത്. ഇങ്ങനെയുള്ള ഒരു കുന്നിന്റെ ഈ ചരിവ് മൊത്തം പോയി. ഇവർ ഈ ടോപ്പിലായിരിക്കുന്നത്. പാസ്റ്റർ പറയാ, എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല സിസ്റ്ററെ, എന്തോ ഒരു മരത്തിന്റെ മേലെ ഒരു എന്താ പറയാ, ഒരു പക്ഷിക്കൂട് എങ്ങനെയാ നിൽക്കുന്നത്, അതുപോലെയാ ദൈവം ഞങ്ങളെ എവിടെ കാത്തതെന്ന്. ബാക്കി ഒരു മരത്തിന്റെ മേലെ ഒരു പക്ഷിക്കൂട് ഇങ്ങനെ 4 കമ്പിന്മേൽ നിൽക്കത്തില്ലേ, അതുപോലെയാ ഞങ്ങൾ നിന്ന സ്ഥലത്തെ അന്ന് ദൈവം കാത്തതെന്ന്. നമ്മൾ പറയുന്ന വാക്കുകള്, നമ്മൾ സാധാരണ വ്യക്തിയായിരിക്കാം, ഒരു പക്ഷേ നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ടില്ലേ ജീവനില്ലാത്തതും തലേ ദിവസം ഇപ്പൊ ശാപം വരുന്നത് കൊണ്ടാ കർത്താവ് എന്നോട് വിളിച്ചു പറഞ്ഞത്, ബ്ലസ് ദ വയനാട് എന്ന് നോക്കി അന്തരീക്ഷത്തോട് കൽപ്പിക്കാൻ, വയനാടെ നിന്നെ അനുഗ്രഹിക്കുന്നു, വയനാടെ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് ഞാൻ അന്തരീക്ഷത്തോട് കൽപ്പിക്കാൻ പറഞ്ഞത് എന്തിനാ പരിശുദ്ധാത്മ? ഇപ്പുറം ഒരു ശാപം കയറി വരിക, ഇപ്പുറത്തെ മറുപുറത്ത് ഒരു ശാപം കയറി വരിക. ആ ശാപത്തിൽ നിന്ന് നിൽക്കുന്ന ദേശത്തെ രക്ഷിക്കേണ്ടതിന്, ആ ദേശത്തെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ എന്ത് ചെയ്തു, വിളിച്ചു പറയാൻ വേണ്ടി അവരോട് ദൈവാത്മാവ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയാ, നമ്മളെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ എന്ത് ചെയ്യരുത്, ദുഃഖിപ്പിക്കരുത്. നമ്മളെ ഉള്ളിൽ ദൈവം അതിശ്രേഷ്ഠമായി വച്ചിരിക്കുന്ന ഒരു നിധിയുണ്ട്, ദൈവത്തിന്റെ പുത്രത്വം എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ പുത്രത്വം നമ്മളിൽ നിന്ന് വെളിപ്പെട്ട് വെളിയിലേക്ക് വരണം. നമ്മൾ അതിന് എന്തു വിലയും കൊടുക്കണം. ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ പുത്രത്വം നമ്മളിൽ നിന്ന് വെളിപ്പെടുമ്പോ ഇല്ലേ, നമ്മളിലെ പലതിനെ വിട്ടുകളയും. ദേഷ്യം, കോപം, ക്രോധം, അസൂയ, ദുന്നപക്ഷം, നമുക്കുള്ള അഹങ്കാരം, ഇതെല്ലാം മാറ്റിയിട്ടില്ലേ, നമ്മൾ എത്രാണ്ട് അഹങ്കാരികളും എത്രാണ്ട് നമ്മൾ നിഗളികളും എത്രാണ്ട് സ്വാർത്ഥമായി നമ്മൾ സ്വയം അഭിമാനിക്കുന്നവരും ഇതൊക്കെ ഇല്ലായ്മയാകുന്നോ അത്രാണ്ട് നമ്മളുടെ ദൈവത്വം നമ്മളിൽ നിന്ന് വെളിയിലേക്ക് വരും. അത് ആത്മാവിൽ വളരുന്നവർക്കറിയാം, വളരെ ഹമ്പിളായി പോകും. നമ്മൾ ആത്മാവിൽ വളർച്ച നമുക്ക് വരുന്നതിനനുസരിച്ചില്ലേ നമ്മൾ കുറ്റം പറയുന്നത് കുറയും, നമ്മൾ ക്ഷമിക്കും എല്ലാവരോടും, നമ്മൾ പല സ്ഥലത്ത് പ്രതികരിക്കാൻ പോകത്തില്ല, പലതിനോട് ആൻസർ ചെയ്യാൻ പോകത്തില്ല. ഞാൻ സ്വയമായി ഞാൻ വലിയ ആളെന്ന്
കാണുവാന് അതങ്ങനെ നമുക്ക് തോന്നത്തില്ല, അങ്ങനെ പെരുമാറുവാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അതുകൊണ്ടാ യേശു ഇല്ലേ വളരും തോറും യേശു എന്താ ഹമ്പിളായിരിക്കുക. യേശു ഇല്ലേ വചന പുസ്തകത്തിൽ കാണുക അവൻ ഇളയ തൈ പോലെയായിരുന്നു എന്ന്. ഒരു ഇളയ തൈ എങ്ങനെയാ? അവൻ ഇളയ തൈ പോലെയായിരുന്നു. ഇളയ തൈ, ഒരു ശക്തിയും ഇല്ല, ഒരു ബലവും ഇല്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ഒരു നമ്മൾ പറയത്തില്ല, ആകെ എന്താ പറയാ എന്തുപോലത്തെ പറയാ ഒരു ഇളയ തൈ പോലെയുള്ള ഒരാള്. ആ വ്യക്തിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു വെക്കാനുള്ള കഴിവോ ശക്തിയോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയെ പോലെ ആണ് എന്നല്ല, സർവശക്തിയുള്ള വ്യക്തി ഉള്ളിലിരിക്കുക. ഭൂമിയെ തിരിക്കുവാനുള്ള ശക്തി ഉള്ളിലിരിക്കുന്ന യേശുവിന്റെ സ്വരൂപം ഇങ്ങനെ ഇളയ തൈ പോലെയായിരുന്നു. നമ്മൾ തന്നെത്താൻ താഴ്ന്നു വരും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വർദ്ധിച്ചു വരുമ്പോഴില്ലേ നമ്മൾ തന്നെത്താൻ താഴ്ന്നു വരും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവോ? നമ്മളെ ഉള്ളില് ഒരു ജഡത്തിന്റെ സ്വഭാവത്തിന് നമ്മളെ ഭരിക്കുവാൻ പറ്റാത്ത വണ്ണമില്ലേ ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടും. അതുകൊണ്ടില്ലേ കർത്താവിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങിച്ചെന്ന് പുറപ്പെടുന്ന ദൈവശക്തിയെ കുറിച്ച് എന്റെ ജീവിതത്തിൽ എനിക്ക് വേണമെന്ന് ഞാൻ വിശ്വസിക്കണം. ഞാൻ പ്രാർത്ഥിച്ചത് അതായിരുന്നു. ഞാൻ ഒരുപാട് പേരോട് സുവിശേഷം പറഞ്ഞ് ഇങ്ങനെ എന്താ പറയാ ഞാൻ പ്രാർത്ഥിച്ചത്, കർത്താവ്, ഞാൻ ദൈവത്തിൽ വന്ന ഉടനെ എന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞ ഈ ദൈവം എന്റെ ജീവിതത്തിൽ എനിക്ക് ഉപകാരമായി വരണം. എന്റെ അച്ഛനും അമ്മയ്ക്കും, എന്റെ അച്ഛൻ, അന്ന് ഞാൻ വിവാഹം കഴിയാത്ത കഴിയുന്നതിന് മുന്നേ ആയിരുന്നല്ലോ, ഞാൻ പഠിക്കുന്ന പ്രായമായിരുന്നല്ലോ, എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയ്ക്ക് ഈ ദൈവം ഒരു ആശ്രയമായിരിക്കണം. അവര് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണം, എന്റെ കുടുംബത്തിന് ഉത്തരം കിട്ടണം. കുറച്ച് കഴിയുമ്പോൾ എന്റെ ഭർത്താവ്, എന്റെ കുടുംബം, എന്റെ എന്താ പറയാ മക്കള്, എന്റെ അപ്പനും അമ്മ, എന്നെ സ്നേഹിക്കുന്നവര്, പിന്നെ എന്റെ ഇപ്പൊ ഞാൻ വിശ്വസിക്കുക എന്റെ സഭയിലുള്ള പലർക്കും ഇതൊരു അനുഗ്രഹമായിരിക്കണം. ഇപ്പൊ സഭ കഴിഞ്ഞതാ അനേകർക്ക് അനുഗ്രഹമായിരിക്കണം. ഇങ്ങനെയാ കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നത്, വളർത്തുന്നത്. ദൈവമേ സ്തോത്രം കർത്താവെ. നമ്മളെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ശക്തിയോടെ തേജസ്സോടെ വളർന്നു വരണം. അതിന് വേണ്ടത് എന്താണെന്നറിയാവോ? 32 സങ്കീർത്തനം ഒന്ന് വായിക്കാമോ പ്രിയ സിസ്റ്ററെ? എന്നിട്ട് എന്റെ സമയം കഴിഞ്ഞല്ലോ, ഞാൻ വായിച്ച് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുക. സങ്കീർത്തനം 32. താങ്ക് യു ലോർഡ്. പാപം മറച്ചും ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ. താഴോട്ട് വായിച്ചോ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താലെന്ന പോലെ പറ്റിപ്പോയി. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയാൽ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തെ കുറ്റം ക്ഷമിച്ചു തന്നു. ഒന്ന് പോസ്റ്റ് ചെയ്ത് വീണ്ടും കണ്ടിന്യൂസ് വായിക്കണേ. അതായത് ലംഘനം മറച്ചു പാപം മറച്ചു കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതിൻ്റെ അകത്ത് ആദ്യം പറയാണേ, ഞാൻ എന്റെ പാപത്തെ കർത്താവിനോട് ഏറ്റു പറഞ്ഞതില്ല. അത് ദൈവത്തിന്റെ മുന്നിൽ എന്ത് ചെയ്തു? ഞാൻ മിണ്ടാതെ ഇരുന്നു. ഞാനിങ്ങനെ തെറ്റ് ചെയ്തു പോവുക, പക്ഷെ ഞാൻ എന്ത് ചെയ്തു? മിണ്ടാതെ ഇരുന്നു. ഒരു കുഴപ്പമില്ല, കർത്താവിനും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. ഞാൻ എന്റെ തെറ്റിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഏറ്റുപറച്ചിലും ക്ഷമിക്കലും ഒന്നുമില്ല, ആരും ചോദിക്കാനും ഇല്ല, ആരും പറയാനും ഇല്ല, ഇല്ലേ? ഞാൻ ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയ സമയത്തിലെ വചനം എന്താ പറയുന്നത്? എന്റെ അസ്ഥികൾക്ക് ദ്രവത്വം വന്നതുപോലെ ഒരു അനുഭവം ഉണ്ടായി. എന്റെ അസ്ഥികൾ എന്ത് ചെയ്തു? വേദന കൊണ്ട്, ദുഃഖം കൊണ്ട് എന്റെ അസ്ഥികൾ ദൈവത്തിന്റെ സന്നിധിയിൽ ക്ഷയിച്ചു പോയതുപോലെ എനിക്ക് തോന്നി. ഞാൻ കർത്താവിന്റെ മുന്നിൽ എന്ത് ചെയ്തു? മിണ്ടാതെ ഇരുന്നു എന്ന് വചനം പറയുന്നു. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ, ഫലവേദനയാലും ദുഃഖത്താലും എന്റെ അസ്ഥികൾ എന്ത് ചെയ്തു? ക്ഷയിച്ചു പോയി. രാവും പകലും എനിക്ക് ഭാരമായി വന്നു. എന്റെ മജ്ജ എന്ന് വെച്ചാൽ അസ്ഥികൾ വേനൽക്കാലത്തെ ഉഷ്ണത്താല് വറ്റിപ്പോയതുപോലെ ആയിപ്പോയി. ഞാൻ എന്റെ പാപം പിന്നെ എന്തോ അങ്ങനെ വന്ന സമയത്ത് എന്തോ ചെയ്തത്? എന്താ ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം എന്റെ പാപം നിന്നോട് അറിയിച്ച് എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചു വച്ചതുമില്ല. യഹോവയോട്
ഞാൻ ഏറ്റു പറഞ്ഞു. എൻ്റെ ശരീരത്തിലുള്ള പാപത്തെ ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു. എൻ്റെ ലംഘനങ്ങളെ ഞാൻ മറച്ചു വച്ചതില്ല. ലംഘനങ്ങളെ ഞാൻ ഏറ്റു പറഞ്ഞു. എൻ്റെ പാപത്തെ യഹോവയോട് ഏറ്റു പറഞ്ഞു. എൻ്റെ കുറ്റത്തെ ഏറ്റു പറഞ്ഞ സമയത്തിലെ അതിന്റെ വചനം പറയാ, അടുത്ത വാക്യം പറയാ, നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ദൈവം ആ പാപങ്ങളുടെ കുറ്റമെല്ലാം ക്ഷമിച്ചു തന്നു. അതു നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. അപ്പോഴെന്താണെന്നറിയാം സംഭവിക്കുന്നത്? പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. പ്രൈസ് ഗാഡ്. പെരുവെള്ളം കവിഞ്ഞു വന്നാലും അത് നിന്റെ അടുക്കല് എത്തുകയില്ല. പിന്നെ അതിന്റെ നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റും. പിന്നെ ഞാൻ നിന്നെ ഉപദേശിച്ചു നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. താങ്ക് യു ലോർഡ്. കേട്ടോ, അങ്ങനെയാ കർത്താവ് പറയുന്നത്. അതിന്റെ അടിയുള്ള വചനം പറയുന്നത്, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെ അങ്ങനെ ആകരുത്. അവരുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. അതാ പറഞ്ഞ ദൈവം പറയാ, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരെ പോലെ. ദൈവം പറയാ, നിങ്ങൾ ഡു നോട്ട് ബി എൻ ഹോഴ്സ്. കുതിരയെ കോവർ കഴുത ഇതൊക്കെയാ പറയുന്നത്. അതുപോലെയൊന്നും നമ്മൾ ആകരുത്. അവരെ എന്ത് ചെയ്യണം എന്നറിയാം? മൂക്കില് ഒരു കയറിട്ട് വലിച്ചെടുക്കണം. അല്ലെ, പണ്ട് പശുവിനെയൊക്കെ കണ്ടിട്ടുണ്ട്. മൂക്കിൽ കയറിട്ട് വലിച്ചിട്ടാ എന്ത് ചെയ്യുന്നത്? പാല് കറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ വിചാരിച്ച സ്ഥലത്തേക്ക് അത് വരണമെങ്കിൽ ആ അത് കയറിട്ട് വലിച്ചേച്ചാ എന്ത് ചെയ്യുന്നത് എന്നറിയാവോ? അതിനെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നത്. വചനം പറയാം, നിങ്ങൾ അതുപോലെ ഇല്ല, നിങ്ങളെ വേദനിപ്പിച്ചിട്ട് കൊണ്ടുവരുന്നവരായി മാറരുത്. ആ കയറിന്റെ വേദന അനുഭവിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അവര് കൺട്രോളിലേക്ക് വരുന്നത്. അതുപോലെ നമ്മളെ ജീവിതത്തിൽ ദൈവം നമുക്ക് പെയിൻ ഇട്ട് തന്ന്, വേദന ഇട്ട് തന്ന്. അതുപോലെ നിങ്ങൾ ബുദ്ധിയില്ലാതാകരുത്. ദൈവം ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കുന്നില്ല എന്നതാ സത്യം. പിശാച നമ്മളെ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് അതുപോലെ ആകരുത്. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനോ ദയ ചുറ്റിക്കൊള്ളും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് വചനത്തിൽ ഇങ്ങനെ പറയാ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പുത്രത്വത്തെ ക്യാരി ചെയ്യണം. ദൈവത്തിന്റെ പുത്രത്വം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? കർത്താവ് പറഞ്ഞ വചനത്തിന്റെ മുന്നിൽ നമ്മൾ ഇങ്ങനെ കരഞ്ഞിരിക്കലല്ല പുത്രത്വം എന്ന് പറഞ്ഞ. ആ വചനത്തിനകത്തേക്ക് കേറി ഭരിക്കണം. ആ വചനത്തിനുള്ളിലേക്ക് നമ്മൾ കേറി വരണം. ആ സ്വാതന്ത്ര്യം, ദൈവപുത്രന്മാരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കയറണം. ഞാൻ വിശ്വസിക്കുന്നു, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ തലമുറകളിൽ മേൽ, നമ്മുടെ ചുറ്റുപാടിന്മേൽ ദൈവം അത്ഭുതവും അടയാളവും ചെയ്യും. അവർ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നവരായി മാറും. കർത്താവെ, അത്ഭുതങ്ങൾ സംഭവിക്കും. എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. യഹോവ എന്റെ ഇടയനാകുന്നു. ഞാൻ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടത്തില്ല. കഷ്ടം എന്നോട് കൂടെ ഇരിക്കത്തില്ല. ഇന്ന് സഭയിലെ ദൈവദാസൻ പറയായിരുന്നു, ബ്ലസ്സൺ എന്ന് പറയുന്ന ദൈവദാസൻ പറയായിരുന്നു, റബാഷിക്കിരി, ഞാൻ ഫസ്റ്റ് എന്താ പറയാ, എപ്പോഴും എനിക്ക് ആഗ്രഹം ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി, ഫ്ലൈറ്റിൽ പോകുമ്പോൾ. പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ. പക്ഷെ ഞാൻ എക്കണോമിക് ക്ലാസ്സേ എടുക്കത്തുള്ളൂ. എങ്ങനെയാന്ന് അറിയത്തില്ല. ഞാൻ പറയും, കർത്താവെ, ഐ നീഡ് ടു ഗോ ദ ബിസിനസ് ക്ലാസ്. പക്ഷേ ഇല്ലേ, ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ ഇരിക്കുന്നത് ബിസിനസ് ക്ലാസ്സിലായിരിക്കുന്നത്. എങ്ങനെയാന്ന് അറിയത്തില്ല. ഇതാ ദൈവം മക്കൾക്ക് ദൈവം കരുതുന്ന കരുതൽ. ഞാൻ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും അതായിരിക്കും. അങ്ങനെ ഞങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കുക തന്നെ ചെയ്യും. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അത് കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തെ നമ്മൾ കണ്ടെത്തണം. ദൈവത്തിന്റെ പുത്രത്വം നമ്മളിൽ വെളിപ്പെടണം. കഴിഞ്ഞ വർഷമല്ല 2 വർഷങ്ങൾ മുന്നേ കോവിഡ് കഴിഞ്ഞ സമയത്ത് ഞങ്ങളെ കുടുംബത്തിൽ മഹാസമ്പന്നനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഭയങ്കര സമ്പന്നനായ വ്യക്തിയാ. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാ. അപ്പൊ അവരെ ഞാൻ കാണുന്ന ചെറിയ പ്രായം തൊട്ട് അവർക്ക് സമ്പത്താ. കാറും സ്വർണവും വീടും. ഞങ്ങളുമായിട്ട് ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു കുടുംബമാ. അമ്മയൊക്കെ ഭയങ്കര സ്നേഹമാ. അവർക്ക് അന്ന് മുതലേ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡാ. ചെറിയ പ്രായത്തിൽ തൊട്ട് അന്ന് പല വീട്ടില് TV പോലും ഇല്ലാത്ത കുഞ്ഞിക്കാലമായിരുന്നു. ആ കാലത്തിൽ പോലും ഇവർക്ക് ഭയങ്കര കാറും വീടും സെറ്റപ്പും സ്വർണവും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു കുടുംബമായിരുന്നു അന്ന് മുതല്. അവർക്ക് ഒത്തിരി പണമുണ്ട്. പക്ഷെ അവര് എന്താ പറയാ, ഇപ്പൊ അവര് അന്ന് അവര് ചെറിയ കല്യാണം കഴിഞ്ഞ് കപ്പിളായ സമയം മുതൽ അവര് റിച്ചാ. ആ കുടുംബം ചെറിയ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ആ ചെറിയ
കല്യാണത്തിന്റെ സമയത്ത് തന്നെ വിവാഹ പ്രായത്തിൽ തന്നെ വലിയ കൊട്ടാരം പോലെ വീടൊക്കെ എടുത്ത് സെറ്റിലായിട്ടാ വിവാഹം പോലെ കഴിക്കുന്നത്. അത്ര സെറ്റിലായിട്ടുള്ള ഒരു കുടുംബമാ അന്ന്. ഇപ്പോഴല്ലേ അവരെ കുഞ്ഞ് വലുതായി, അവരെ മോള് വലുതായി. ആ കുഞ്ഞിന് ഒരു വിവാഹാലോചന നോക്കിയ സമയത്തിലെ ഒരു കണക്കില് കല്യാണാലോചന ശരിയാകുന്നില്ല. നന്നായി പഠിച്ചു, ഹൈലി എഡ്യൂക്കേറ്റഡ് ആ കുട്ടി, സമ്പത്ത് കുമിഞ്ഞു മൂടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുണ്ട്. പക്ഷേ ഇല്ലേ, ആ കുഞ്ഞിനൊരു ആ കുട്ടി നല്ല ഹൈറ്റ് ഉള്ള കുട്ടിയാ, അതിന് ഒരു കണക്കിന് ഒരു ആളെ കിട്ടുന്നില്ല. ഏത് ആൺകുട്ടി വന്നാലും ഇവളെക്കാട്ടും അവനെക്കാട്ടും 1 ഇഞ്ച് ഈ കുട്ടി വലുതായിരിക്കും, 1.5 ഇഞ്ച് കുഞ്ഞിന് ഹൈറ്റ് കൂടുതൽ. അങ്ങനെ ഒരുവിധം വിവാഹാലോചന മുഴുവൻ ആ കുഞ്ഞിന് കിട്ടാതെ ആയി. അങ്ങനെ ആ കുഞ്ഞിന് നല്ല ഏജ് ആയിപ്പോയി, നല്ല 29 വയസ്സായി. 18 കണ്ട് 19, 20 വയസ്സിലെ വിവാഹം നോക്കാൻ തുടങ്ങിയത്. അവരെല്ലാം കൊണ്ട് സെറ്റിൽ, അവർക്ക് പണം ആവശ്യമില്ല, ഈ കുട്ടി പഠിക്കണം എന്ന് ആവശ്യമില്ല, അവരെ പേര് കേട്ടാൽ എല്ലാവരും ഓടി വരും. പക്ഷേ ഇല്ലേ, വിവാഹം കഴിഞ്ഞ തകർന്നുകൊണ്ട് എൻ്റെ അടുത്ത് വിളിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം അത്ഭുതം ചെയ്യുന്ന, അവരോട് പറയാൻ എനിക്ക് പേടിയാ, ഹൈന്ദവ വിശ്വാസത്തിൽ നിൽക്കുന്നവരാ. കർത്താവല്ലേ പറയുന്നത്, ഞാൻ പറയാൻ പോവാ, എന്താ നമുക്ക് ഏറ്റെടുത്താലില്ലെങ്കിലും ഇല്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കണം, ദൈവം അത്ഭുതം ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി തക്ക തുണയെ ദൈവം വരുത്തും. അവള് പറഞ്ഞു, എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പണം വേണ്ട, ഞങ്ങൾക്ക് വീട് വേണ്ട, അത്യാവശ്യം ഒരു കാണാൻ ഭംഗിയുള്ളത്, കുറച്ച് മിനിമം ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ മതി. ആ പയ്യന് വേണ്ടതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം, അവർക്ക് വേണ്ട വീടും സ്റ്റാറ്റസും ഒക്കെ ഞങ്ങൾ വെച്ച് കൊടുക്കാം. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പയ്യനെ കിട്ടിയാൽ മതി എന്ന് ഇവരെന്ത് ചെയ്തു, കരയുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ അമ്മയ്ക്ക് ആകെ വേദനയായി. എൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുമോ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ദൈവം അത്ഭുതം ചെയ്യും. വെറും 6 മാസം കൊണ്ട് ആ കുഞ്ഞിന് എത്ര വർഷങ്ങളായിട്ടുള്ള കണ്ണുനീര്, 8-9 വർഷമായിട്ട് ഒരു മാതാവിന്റെ പ്രയത്നവും കണ്ണുനീരും, അവരെ കുടുംബം ഒരു ഡിപ്രഷനിലേക്ക് പോവായിരുന്നു. ആ അമ്മ ഒരു പോലെ എന്തു പറയാ, ഞാൻ പറഞ്ഞു, നോക്കിക്കോ, ഈ വർഷം നിങ്ങളെ കുഞ്ഞിന്റെ കല്യാണം നടക്കും. ഷൈനി, സത്യമായി മോളെ അങ്ങനെ വരട്ടെ, മോള് പറയുന്ന പോലെ സംഭവിക്കട്ടെ, മോൾക്ക് പറയുന്ന പോലെ വരട്ടെ, അവൾ എന്നെ ബ്ലസ് ചെയ്യുന്നു, അതുപോലെ ആകട്ടെ. ഞങ്ങൾ കുറെ ആശ്വസിപ്പിച്ചു. 1-2 വിവാഹാലോചന വന്നു, നടന്നില്ല. ലാസ്റ്റ് ഒരു വിവാഹാലോചന വന്നു, നല്ല എഡ്യൂക്കേറ്റഡ് IIT-യിലെ പ്രൊഫസർ. ഞാൻ പറയും, നല്ല എഡ്യൂക്കേറ്റഡ്, നല്ല സമയം, ഡോക്ടർ മകൻ, റമന ശിഖിരി കലബല, അവരെ സ്റ്റാറ്റസിനോട് വെമ്പുന്ന ഒരു കുട്ടി. യേശുവിന്റെ നാമത്തിൽ അവരുടെ കല്യാണം കഴിയുവാനിട വന്നു. ഞാൻ പറഞ്ഞു, ഏറ്റവും നിങ്ങൾ ഒന്നിലും കോംപ്രമൈസ് ചെയ്യണ്ട, നിങ്ങളെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് ഏതാണോ അതിനോട് കിടനിൽക്കുന്നവര് തന്നെ ദൈവം നിങ്ങൾക്ക് അയക്കുന്നു പറഞ്ഞ് ആശ്ചര്യം എന്ന് പറയത്തക്ക രീതിയിൽ ഒരു തക്ക തുണയെ ആ കുഞ്ഞിന് കൊടുക്കുവാനിട വന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളില്ലേ, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യം ചെറുതല്ല എന്നുള്ള ടെസ്റ്റ് മണി എൻ്റെ കയ്യിലുണ്ട്. പല ടെസ്റ്റ് മണികൾ എനിക്ക് ഇതുപോലെ പറയാൻ പറ്റാത്തതായതുകൊണ്ട്, വളരെ ടെസ്റ്റ് മണികൾ എനിക്ക് പബ്ലിക്കലി പറയാൻ പറ്റാത്ത ടെസ്റ്റ് മണികളുണ്ട്. പലരുടെ പേഴ്സണൽ ലൈഫിലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്. എൻ്റെ ദൈവം അസാധാരണമായി പ്രവർത്തിക്കുന്ന ദൈവമാ, എൻ്റെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാ. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ആ ദൈവത്തിന്റെ പുത്രത്വത്തിന്റെ വെളിപ്പാടിനായി നമ്മൾ കാത്തു നിൽക്കത്തുള്ളൂ. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമ്മളെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു അത്യന്ത ശക്തിയുണ്ട്. അതിന്റെ റോമർക്ക് എഴുതിയ 8:18 ഞാൻ പറയാണ്. അതിൽ ഇങ്ങനെ വായിക്കുകയാണ്. സിസ്റ്റർ ഒന്ന് വായിക്കാമോ? ആ വചനം വായിച്ച് ഞാൻ നിർത്തുക. റോമർ 8:18, 8:18. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു. നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രൈസ് ഗോഡ്. നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, നമ്മളെ ഉള്ളിൽ നിന്ന് വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമ്മൾ വിചാരിക്കും. നമ്മളിൽ നിന്നൊരു, നമ്മളെ പണത്തിന് ചെയ്യാൻ പറ്റാത്തത്, നമ്മളെ കഴിവുകൾക്ക് ചെയ്യാൻ പറ്റാത്തത്, നമ്മുടെ ശരീരം അല്ലെ, ഇന്ന് ഒരു സ്റ്റെപ്പ്, ചിലപ്പോൾ വലിയ സ്റ്റെപ്പ് കയറാൻ പറഞ്ഞാൽ നമുക്ക് സാധിക്കത്തില്ല അല്ലെ, നമ്മുടെ ശരീര ഫലം കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് നമ്മളെ ഉള്ളിൽ വെളിപ്പെടുന്ന തേജസ്സിന് സാധിക്കും. അതുകൊണ്ടാ പറയാം, അത് സകല സൃഷ്ടികളും അതിന് കീഴ്പ്പെട്ടായിരിക്കുന്നത്. നമ്മളൊരു വാക്ക് പറയുമ്പോൾ അത് അതുപോലെ സംഭവിക്കും. നമ്മൾ അത് ഞാൻ തന്നെ പ്രാർത്ഥിക്കണമെന്നില്ല, നിങ്ങളെ ഉള്ളിലില്ലേ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം എന്താണെന്നറിയാമോ? നിങ്ങൾ പറഞ്ഞാൽ സകലത് ചലിക്കും. അത് ആ വ്യക്തിത്വം നിങ്ങളെ ഉള്ളിൽ സാധാരണ രൂപപ്പെടത്തില്ല, വെറുതെ അങ്ങ് രൂപപ്പെടത്തില്ല. നമ്മൾ കർത്താവിന്റെ പുസ്തകത്തിൽ എഴുതിയ വചനത്തെ, ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞ് കളഞ്ഞ് നമ്മൾ ശത്രുവിൻ സൃഷ്ടി നമ്മുടെ
താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. സകല സൃഷ്ടികളും പുത്രത്വത്തിന്റെ വെളിപ്പാടിനായി ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു. സകല സൃഷ്ടികളും പുത്രത്വത്തിന്റെ വെളിപ്പാടിനായി ഈറ്റുനോവോടെ കാത്തിരിക്കുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ വചനത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. നമ്മളിൽ നിന്ന് ഉരുവാകുന്ന ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ ധരിക്കണം. ദൈവത്തിന്റെ ആ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു സാധാരണ പേഴ്സണാലിറ്റി അല്ല. മോശ ചെയ്തതുപോലെ അമാനുഷികമായ കാര്യങ്ങൾ, മനുഷ്യന്റെ പരിധിയിൽ അപ്പുറത്തുള്ള കാര്യങ്ങളെ നമ്മളിൽ ചെയ്തെടുത്തു തരുന്ന ഒരു പേഴ്സണാലിറ്റി നമ്മളെ ഉള്ളിലുണ്ട്. ഈ പേഴ്സണാലിറ്റി നമുക്ക് മാത്രമല്ല, ഒരു ദേശത്തിന് ഉപകാരമായി വരും. അല്ലെ? നമുക്ക് പണ്ട് അറിയാം, ജഡത്തിൽ ജീവിച്ച ഗാന്ധിജി ഒരൊറ്റ പേഴ്സണാലിറ്റി അല്ലെ? ഗാന്ധിജീനെ നമുക്കറിയാലോ. മെലിഞ്ഞ്, ഞാൻ വിചാരിക്കും കർത്താവെ, ഇത്ര നിൽക്കാൻ പോലും ശക്തിയില്ലാത്തൊരു വ്യക്തിത്വം ഇല്ലേ? കണ്ട, ഒരു വടി കുത്തിപ്പിടിച്ചൊക്കെ വളരെ മെലിഞ്ഞ്, ഒരു ആരോഗ്യമോ ഇല്ല, ഒന്നുമില്ല. പക്ഷെ ആ ഒരൊറ്റ വ്യക്തിത്വമാ ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു വലിയ ആധിപത്യത്തിൽ നിന്ന്, വലിയൊരു സാമ്രാജ്യ ശക്തിയിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്നത്. അല്ലെ? നമുക്കറിയാം, പലതും ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഫോളോ ചെയ്തത് ഈ ബൈബിളിൽ എഴുതിയ സത്യങ്ങളായിരുന്നു. ഈ ബൈബിളിൽ എഴുതിയ പല സീക്രട്ടാ ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. നമുക്കുള്ള പരാജയം എന്താണെന്നറിയാവോ? എന്നിട്ടും നമ്മൾ കാണാം, ഒരു മുഖത്ത് അടിക്കുന്നവന് മറ്റേ മുഖവും കാണിച്ചു കൊടുക്കുക, നമ്മൾ ആരെയും കൊല്ലരുത്, അഹിംസ ചെയ്യരുത്, നിരാഹാരത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അടിമത്വത്തിൽ നിന്ന് നമ്മൾ ജയിക്കണം. ഗാന്ധിജി എടുത്ത യുദ്ധ രീതിയായിരുന്നു, ഒരു ബാറ്റിൽ സ്റ്റൈലായിരുന്നു എന്ത്? നിരാഹാരം ചെയ്യുക. നമ്മൾ ഉപവാസം ചെയ്യുമ്പോൾ, നിരാഹാരങ്ങൾ ചെയ്യുന്ന സമയത്ത്, സത്യാഗ്രഹങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇതേപോലെയില്ലേ നമ്മുടെ ജീവിതത്തിലില്ലേ കലബല ആ ഒരു വ്യക്തിത്വത്തിന്റെ ശാരീരികമായ കാര്യമല്ല, ആ ഡിവൈൻ വിസ്ഡം, അവരെ ഉള്ളിലുള്ള ഒരു ദൈവിക ജ്ഞാനമാ ഒരു രാജ്യത്തിന്റെ രക്ഷയെ എന്ത് ചെയ്തത്? ദൈവിക ജ്ഞാനമാ ഒരു രാജ്യത്തിന്റെ രക്ഷയ്ക്ക് കാരണമായത്. ഇതുപോലെയില്ലേ നമ്മൾ കർത്താവിൽ വന്നിട്ടില്ലേ, ദൈവത്തെ അറിഞ്ഞ് ഒരു ബുദ്ധിയില്ലാത്തവരെ പോലെ, ജ്ഞാനമില്ലാത്തവരെ പോലെ, വചനത്തിന്റെ അറിവില്ലാത്തവരെ പോലെ ആകരുത്. ഈ കർത്താവിന്റെ പുസ്തകത്തിൽ എഴുതിയ സത്യങ്ങളെ കുറിച്ചുള്ള ജ്ഞാനമോ, നമ്മളുടെ ശരീരത്തിന്റെ കപ്പാസിറ്റിയോ, എന്റെ ബലമോ, എന്റെ സ്കൂളിംഗ് നോളജോ ഒന്നുമല്ല. ഈ വചനത്തെ കുറിച്ചുള്ള ചില സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ പല അടിമത്വത്തിൽ നിന്നും നമ്മയെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ദേശത്തെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷിക്കാൻ പറ്റും. അതിനൊത്തവണ്ണമുള്ള ഒരു പേഴ്സണാലിറ്റി എന്റെ ഉള്ളിൽ രൂപപ്പെടണം. ഒരു വ്യക്തിത്വം എന്നെ ഉള്ളില് ഡെവലപ്പ് ചെയ്യണം. ബീന സിസ്റ്റർ, ഒരു വ്യക്തിത്വം നമ്മൾ എല്ലാവരുടെ ജീവിതത്തിൽ, ബിജോയ് ബ്രദറെ, ഒരു വ്യക്തിത്വം, അസാധാരണമായ ശക്തി ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിത്വം നമ്മളെ ഉള്ളിൽ ക്യാരി ചെയ്താലില്ലേ, നാം ഒരാൾക്ക് മാത്രമല്ല, ഒരു ദേശത്തിന്, ഒരു രാജ്യത്തിന് നമ്മൾ എന്ത് ചെയ്യാവും? രക്ഷകനായി മാറും. എനിക്കതിൽ വിശ്വാസമുണ്ട്. ഞാൻ ഈ വീട്ടിൽ ഷാർജയിൽ ഇരിക്കുന്നുവെങ്കിൽ ഐ വിൽ ബി യൂസ്ഫുൾ ഫോർ ദ നേഷൻ, ബിക്കോസ് ഐ നോ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴല്ലേ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രക്ഷ ഞാൻ വിശ്വസിക്കുന്നു എന്നിലൂടെ സംഭവിക്കുമെന്ന്. ഇത് എന്റെ കഴിവല്ല, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ദേശത്തിന്റെ കാവൽക്കാരാക്കി ദൈവം നമ്മളെ വെച്ചിരിക്കുന്നു. ഇതിനൊക്കെ ടെസ്റ്റ് മണി എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനൊക്കെ ടെസ്റ്റ് മണി എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ഇന്ന് പാർലമെന്റിൽ ഇരിക്കുക. എന്റെ കുടുംബത്തിനകത്തുള്ള ഒരു ഏറ്റവും ചെറിയ യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഇന്ന് പാർലമെന്റിൽ ഇരിക്കുക. ബിക്കോസ് ഓഫ് ദ പ്രയർ. എനിക്കറിയാം, ഏതു വ്യക്തിയെയും ഏത് രാജ്യത്തിന്റെ തട്ടത്തു വരെ എത്തിക്കുവാൻ നമ്മളെ പ്രാർത്ഥന കൊണ്ട് സാധിക്കും. എന്റെ വീട്ടിനകത്തു നിന്ന്, എന്റെ കുടുംബത്തിനകത്ത് നിന്ന്, എന്റെ തറവാട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് ഇന്ന് ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്നുണ്ട്. ദൈവത്തിന് രാജാക്കന്മാരെ കൂടെ ഇരുത്തും. ഞാൻ പറയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഇതുപോലെ അത്ഭുതം കാണുമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നിശ്ചയമായി അത് സംഭവിക്കും. ദൈവം, ഞാൻ ഇവിടുന്ന് എന്റെ മോനെ ഇല്ലേ യുഎസിലേക്ക് അയച്ച സമയത്ത് ഞാൻ പറയും, എന്റെ കുഞ്ഞ് അവിടെ ഇല്ലേ, അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ബെർണാഡ് ബ്ലെസ്സിങ്, ബില്ലി ഗ്രഹാം, അങ്ങനെ ഒരുപാട് വലിയ വലിയ ദേവദാസങ്ങൾക്ക് അറിയോന്ന് അറിയത്തില്ല. ഇതുപോലെ ഇല്ലേ, ബില്ലി ഗ്രഹാം, ബെർണാഡ് ബ്ലെസ്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട്, ബെൻ ഗ്രഹാം, ബില്ലി ഗ്രഹാം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ദേവദാസന്മാരുണ്ട് അവിടെയുള്ള. ഞാൻ പറയും, കർത്താവേ, എന്റെ കുഞ്ഞുങ്ങൾ അവരെ സഭയിൽ കൂടും, അവരോട് കൂടെ ശുശ്രൂഷിക്കുന്നു പറയാന്. അങ്ങനെയൊക്കെ ഞാൻ
എന്താണ് കർത്താവ് എന്താണ് അവരെ കുറിച്ച് പറഞ്ഞ പ്രോമിസ് വിളിച്ചു പറയൂ. മാസങ്ങൾക്ക് മുന്നേയിലെ അവിടെ മാസങ്ങളല്ല, ഇപ്പം ഓഗസ്റ്റിലെ പോയിട്ടുള്ളൂ. അവൻ പോയി ഒരു 3 മാസം ആയ സമയത്തില്ലേ, അവൻ അതുപോലെ ഒരു മീറ്റിങ്ങിൽ അവനെ കൊണ്ടുപോയി. ഒരു ദൈവത്തിന്റെ ദൂതന് പോലെ ഒരാൾ വന്നു. അവന്റെ കോളേജിൽ നിന്ന് അവനൊരു വലിയ അമേരിക്കയിലുള്ള വലിയ ഒരു കൺവെൻഷന് ക്രൂസൈഡിന് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടേക്കാ മോനെ പോകുന്നത്? പോയിട്ട് ഒരു 1.5 മാസമായിട്ടുള്ളൂ, അവിടെ പരിചയം പോലും ആയിട്ടില്ല. ഞാൻ ചോദിച്ചു എവിടേക്കാ? അമ്മ ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിന്. ഞാൻ പറയാം എവിടെയാ പോകുന്നത്? അതൊരു പാസ്റ്റർ, ഞങ്ങളെ കോളേജിൽ വന്ന ഒരു പാസ്റ്റർ കൊണ്ടുപോകുന്ന, എന്റെ ഫ്രണ്ട് ഞാനും എന്റെ ഫ്രണ്ടും കൂടി ആ പാസ്റ്റർ കൂടെ പോകുന്നുണ്ട്. ഞാൻ ചോദിച്ചു എവിടെ, എന്താന്ന് അറിഞ്ഞിട്ടാ നീ പോകുന്നത് എന്ന് ചോദിച്ചു. അമ്മ ഒരു നല്ല മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പോയി എവിടെയാ പോകുന്നതെന്ന് കൊച്ചിന് പോലും അറിയത്തില്ല. എങ്ങോട്ടാ പോകുന്ന, ഏതാ അമ്മ, എനിക്ക് സ്ഥലമൊന്നും എനിക്ക് അത്ര പരിചയമില്ല, എത്ര ദൂരമാണെന്നൊക്കെ അറിയത്തില്ല. ഇങ്ങനെ ഒരു വലിയ മീറ്റിംഗ്, ആ മീറ്റിങ്ങിലേക്ക് പോവാ. ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചു, എന്റെ കർത്താവെ ഒന്നിലും കുടുങ്ങി പോകരുതേ, ദൈവമേ കാക്കണമേ, എന്റെ ദൈവം ദൂതനായി ഇരിക്കണമേ. നമുക്ക് അതേ പറ്റത്തുള്ളൂ, നമുക്ക് വേറെ എന്തെങ്കിലും പറ്റുമോ? കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു മീറ്റിങ്ങിന് പോകുന്ന പറഞ്ഞാൽ അതേതായത് ഒന്നും നമുക്ക് പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് അവർ കൺട്രോൾ. എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞപ്പോ പറഞ്ഞു, അമ്മ എന്റെ കൂടെ വന്ന പാസ്റ്ററിലെ അവിടുത്തെ പ്രോഗ്രാമിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു മൊബൈൽ വാങ്ങിക്കുന്നുണ്ട്, ആ മൊബൈൽ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിരിക്കുക. അപ്പൊ കാറിൽ പോകുമ്പോ എന്നെ കാണിച്ചു തന്നു, ഇതാണ് പാസ്റ്റർ. വീഡിയോ കോൾ, അവർക്ക് ഇംഗ്ലീഷ് മലയാളം അറിയത്തില്ലല്ലോ, ഇംഗ്ലീഷിൽ കാണിച്ചു തന്നു, ഇതാ പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ പറയാം ദൈവമേ പാസ്റ്റർ ആണോ വേറെ ആളാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ, മോനെ നീ എന്താ? അപ്പൊ അമ്മ വിശ്വസിക്ക്, അത് പാസ്റ്റർ ആണ് ഒക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അവരെ ലിങ്ക് ഒക്കെ, അതൊന്നും എനിക്ക് നോക്കാനൊന്നും തോന്നില്ല പ്രയറിന്റെ. ഞാൻ പറയാം നീ എവിടേക്കാ പോകും? കുറച്ച് കഴിഞ്ഞപ്പോ പറയാം അമ്മ ഇവിടെയല്ല മീറ്റിങ്ങിന് പോണെങ്കിൽ ഫ്ലൈറ്റിലാ പോലും പോകേണ്ടത്, പിന്നെ കാറിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നീ ഫ്ലൈറ്റിൽ പോകുകയെ, എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ദൈവമേ ഫ്ലൈറ്റിൽ നിന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നെന്ന് എനിക്കറിയാം, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു ദൈവമേ എന്തോ ഞാൻ ചെയ്യാം. ഞാൻ സുയിത്തട്ടിനോട് ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് അവന് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ സഭയിൽ ഒരു മീറ്റിങ്ങിലേക്ക് കയറി. കുഞ്ഞ് ഒത്തിരി പ്രാവശ്യം എന്റെ ഫോണിൽ ഒരു 10-20 കോള് കാണുന്നു. വിളിച്ചിരുന്നു കൺഫർമേഷൻ ചോദിക്കുക, പോണോ പോണ്ടിയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടില്ലേ. ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തതില്ല. ദൈവം എന്നെ എടുക്കാതാക്കിയതാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോൺ ഞാൻ എടുത്തതേ ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിക്കുന്നു, അമ്മേ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു, പോണോ പോണ്ടിയോ ചോദിക്കുക. പിന്നെ ഞാൻ തന്നെ മുട്ടിലിരുന്ന് അങ്ങ് പ്രാർത്ഥിച്ചപ്പോ ദൈവം എന്നോട് പറഞ്ഞു നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടെ മീറ്റിങ്ങിലെത്തി. ഞാൻ എത്തിയിരിക്കുന്ന മീറ്റിംഗ് ഏതാണെന്നറിയോ അമ്മേ? VVIPകളെ കൂടെയാ ഞാൻ ഇരിക്കുന്നത്. ഞാൻ പോകുന്ന പാസ്റ്റർ ഏതാണെന്നറിയാമേ? അമേരിക്കയിൽ പ്രസിഡന്റിന്റെ കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന മീറ്റിങ്ങിലാണ് ഞാൻ പോകുന്നത്. ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ദൈവദാസന്, ലോകം അറിയുന്ന ദേവദാസന, ആ ദേവദാസന്റെ നെഫ്യൂ ബെൻ ഗ്രഹാം എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇവരെ എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്യാൻ വന്ന ഇവരെ എയർപോർട്ടിൽ ഇരുന്ന ശേഷം റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ വന്നത് ബെൻ ഗ്രഹാമിന്റെ കാറാണ് വിട്ടിരിക്കുന്നത്. അമ്മയും അമ്മയ്ക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രാജ്യത്തിന്റെ മിഷണറിന്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു നീ എങ്ങനെ അവിടെ എത്തി? എന്നെ ദൈവം ഇവിടെ എത്തിച്ച? അമ്മ സന്തോഷിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നോക്കുമ്പോ ഇല്ലേ ബെൻ ഗ്രഹാം വിളിക്കുന്ന ഫോൺ കോളുകൾ ഇത്. അവിടെ നിന്ന് ആ ദേവദാസന്റെ പോസ്റ്റർ ഞാൻ നിൽക്കുമ്പോ ഇല്ലേ അമേരിക്കൻ പ്രസിഡന്റ് നിൽക്കുന്നു. പ്രസിഡന്റിന്റെ വലതുഭാഗത്ത് ഈ ദേവദാസൻ ഇരിക്കുന്നു. സാത്വിക്ക് 3 ദിവസം അവരുടെ കൂടെയായിരുന്നു ഉള്ളത്. എന്റെ മോന് പ്രസിഡന്റിന്റെ വലതുഭാഗത്തെ ഈ ദേവദാസൻ ഇരിക്കുന്നു. അവരെ കൂടെ മിനിസ്ട്രി ഞാൻ ഒത്തിരി നോക്കിയപ്പോൾ ആ രാജ്യത്തിന്റെ ലീഡേഴ്സിന്റെ കൂടെ മിനിസ്ട്രി ചെയ്യുന്ന മിനിസ്റ്ററുടെ കൂടെ എന്റെ മോന് 2-3 ദിവസം അവര് ഹോട്ടലിൽ അവിടെ താമസിച്ചു. അവരവിടെ വലിയൊരു കൺവെൻഷൻ ആയിരുന്നു. വലിയ ഞാൻ ചോദിച്ചു ആ മീറ്റിങ്ങിനകത്ത് അവിടെ അവരെ വൈഫ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരോട് സംസാരിച്ചു. ഹലോ സാത്വിക് എന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് വൈഫ് എന്റെ കുഞ്ഞിനോട് സംസാരിക്കാൻ. ഞാനത് പബ്ലിക്കലി പറയുന്നില്ല, ഇതായിപ്പോ ബാബ ഇങ്ങനെ കർത്താവ് ചെയ്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ അവൻ അയച്ചു തന്നു. വലിയൊരു മീറ്റിങ്ങിൽ VVIPകളെ കൂടെ ദൈവം ഇരുത്തി. ജോഷ് ഫെറസ്റ്റ് എന്ന് പറയുന്ന ഒരു ദൈവദാസനായിരുന്നു. നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ അറിയാം ആ ദൈവദാസൻ എവിടെയായിരിക്കുന്നത്. ഈ ദൈവദാസന്റെ കൂടെ ഇവരെന്തിനാണെന്നറിയോ കൊണ്ടുപോയത്? ആ പ്രോഗ്രാമിനെ ഫുൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ കൊണ്ടുപോയതാ. മോൻ പഠിക്കുന്ന ഓറൽ റോബർട്ട്
റോബർട്ട് എന്ന് പറയുന്ന ദേവദാസന്റെ യൂണിവേഴ്സിറ്റിയിലാണ്, വേൾഡിലെ ഫേമസ് ആയിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറി യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞ ദിവസം എന്റെ മോനിയില്ലേ, ഞാൻ ദൈവത്തോട് +2 കഴിഞ്ഞപ്പോ പ്രാർത്ഥിച്ചു, കർത്താവെ ഈ നാട്ടില് MDMA അടിക്കുന്ന കുട്ടികൾ, അത് അടിക്കുന്ന കുട്ടികൾ, എന്റെ കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ല, സാമർത്ഥ്യം ഇല്ലാത്ത കുഞ്ഞ, ദൈവമേ എങ്ങോട്ടാ ദൈവം അയക്കുന്നത്? ഞാൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ നല്ലൊരു കോളേജിൽ എന്റെ കുഞ്ഞിന് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ തരണമേ. ഈ ഓഗസ്റ്റിലാ പോയത്, കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞത്. ഞാൻ ഇങ്ങനെ എഴുതി വെച്ച് പ്രവചനങ്ങൾ, US പോകുന്നുള്ള പ്രവചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ച സമയത്തില്ലേ, പരിശുദ്ധാത്മനെ ഒരു യോഗ്യതയില്ലാത്ത എന്റെ കുഞ്ഞിനെ അവിടെ എത്തിച്ചു. ദൈവം എന്നോട് പറയും, കഴിഞ്ഞ ദിവസം അവന് ഒന്ന് വയ്യാതായ സമയത്ത് സ്കൂളിലെ ലീവ് ലെറ്റർ കൊടുത്ത സമയത്തില്ലേ, ലീവ് ലെറ്ററിന്റെ റിപ്ലൈ എങ്ങനെയാണെന്നറിയോ? പ്രൈസ് ദ ലോർഡ് സാത്വിക്, ഐ വിൽ ബ്ലസ് യു. റെഫറൻസ് വചനം യെശയ്യാ 55:5 വാക്യങ്ങൾ ഇട്ടിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊഫസർ റിപ്ലൈ കൊടുത്ത, ഐ വിൽ പ്രേ ഫോർ യു. ഇന്ന വേഴ്സ്, ഇന്ന വചനം നിന്റെ ജീവിതത്തിൽ ഗോഡ്, ഹോളി സ്പിരിറ്റ് നിന്നെ ഹീൽ ചെയ്യും, പരിശുദ്ധാത്മാവ് നിന്നെ തുണയായിരിക്കും. ഏത് കോളേജിലെ തിരിച്ച് ഇവന് റിപ്ലൈ ചെയ്യുന്ന രീതി ഇതാ. ഇങ്ങനെ ഡിവൈൻ ആയിട്ടുള്ള നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജില് എനിക്ക് പറയേണ്ട കാര്യമില്ല, ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റി നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം ദൈവം അത്ഭുതം ചെയ്തു. രാജ്യത്തിന്റെ, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉന്നതന്മാരോട് കൂടെ വിത്തിൻ ഡേയ്സിനുള്ളിൽ എന്റെ കുഞ്ഞ് സഞ്ചരിച്ചത് കണ്ടത് ഞാൻ എന്നെ വലിയ പൊക്കാൻ വേണ്ടി പറയുകയല്ല, അതെനിക്കൊരു ടെസ്റ്റിമണിയാ. ഞാൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, രാജ്യത്തിന്റെ അവരുടെ കൂടെ കുഞ്ഞുങ്ങളെ ഇരുത്തും. നമ്മളെ കുഞ്ഞുങ്ങൾ താണു പോകത്തില്ല. അവരുടെ കഴിവോ യോഗ്യതയോ അല്ല, അവർ ആ പ്രോഗ്രാമിന്റെ വീഡിയോ ടെലികാസ്റ്റ് ചെയ്തു. അമ്മ നോക്കിക്കേ, ഇൻസ്റ്റഗ്രാമിൽ, സാത്വിക്കിന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ആയിരിക്കും ഇതെല്ലാം വന്നിരിക്കുന്നത്. ആ പ്രോഗ്രാം ഒത്തിരി കാര്യങ്ങൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തു, അതിന്റെ വീഡിയോസ് എഡിറ്റ് ചെയ്തു, ഈ വലിയ ദേവദാസിന്റെ കൈ കൊടുക്കുവാനിട വന്നു. ഞാൻ പറഞ്ഞു, 3 ദിവസം ആ ദേവദാസിന്റെ കൂടെ താമസിച്ചു, ഹോട്ടലിൽ താമസിച്ചു. അവര് തിരിച്ച് ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് ടിക്കറ്റിലാ പോയി. ആദ്യമായിട്ട് എന്റെ മോന് ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഇതുവരെ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല. ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിൽ അവർ ദൈവദാസിന്റെ കൂടെ യാത്ര ചെയ്തു, തിരിച്ച് കോളേജിൽ വരുവാനിട വന്നു. താങ്ക് യു ലോർഡ്. പല രീതിയിൽ നമ്മൾ വെപ്രാളപ്പെടും, പക്ഷെ നമ്മുടെ വേദനകളിലെ പരിശുദ്ധാത്മാവിനോട് കൂടെയാണ് വേദനിക്കുന്നതെങ്കിലേ ഒത്തിരി ടെസ്റ്റിമണി എന്റെ കയ്യിലുണ്ട്. പലതും നമുക്ക് ഇങ്ങനെ പബ്ലിക് മീറ്റിംഗിൽ പറയാൻ പറ്റത്തില്ല പ്രിയ സഹോദരന്മാരെ. കാരണം എന്താ വെച്ചാൽ എല്ലാം പറയാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. ലോട്ട് ഓഫ് ടെസ്റ്റിമണി ഈസ് ഇൻ മൈ ഹാൻഡ്. ദൈവം എന്ന് വെളിപ്പെടുത്തി തരുന്ന ഒരുപാട് ടെസ്റ്റിമണികൾ എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാ ഈ ടെസ്റ്റിമണി റിലീസാന്ന് അറിയാവോ? കർത്താവിന്റെ കർത്തൃത്വം എന്റെ ജീവിതത്തിൽ, ദൈവത്തിന്റെ പുത്രത്വത്തിന്റെ വെളിപ്പാട്. എന്നെ ദ്രോഹിച്ചവരെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. എന്നെ എന്താ പറയാ, ദ്രോഹിക്കുവാന്ന് വെച്ചാൽ എന്നെ ഇതുവരെ സ്നേഹിക്കാത്തവർ, എന്തു ചെയ്താലും എന്നെ സ്നേഹിക്കാത്ത ചില വ്യക്തിത്വങ്ങളെ ഞാൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്നേഹിച്ചിട്ടുണ്ട്. അത് എന്റെ ദൈവത്തിന് അറിയാം. അത് സ്വർഗത്തിൽ രജിസ്റ്റേർഡാ. പല കുടുംബങ്ങളെ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ട്, അമ്മായി, അമ്മ, നാത്തൂൻ, പോര് പറഞ്ഞ് അത് കുടുംബം ഇല്ലാതായി പോകുന്ന പല സ്ഥലത്തും ഇല്ലേ, അവരെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ, ക്ഷമിക്കാൻ, അവരെ പഠിപ്പിക്കാൻ കർത്താവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്ന കാര്യം അവിടെ ഇംപ്ലിമെന്റ് ആകുന്നത് ഞാൻ കാണുക. നമ്മളെ ജീവിതത്തിൽ, ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ വന്നത്, ഒത്തിരി ആൾക്കാരെടുത്തൊന്നും ഞങ്ങൾക്കില്ല, ഇപ്പൊ വലിയ രീതിയിലൊന്നും ഞങ്ങൾക്ക് ഒരു ദോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ദൈവകൃപയാൽ ശത്രുവിന്റെ മുന്നിൽ ഞങ്ങളെ മേശയൊരുക്കിയ ദൈവമാണ് ഞങ്ങളെ ദൈവം. പലരും പറയാറുണ്ട്, ഹൈന്ദവ വിശ്വാസത്തിൽ വന്നാൽ നിങ്ങൾ ഒത്തിരി ചലഞ്ചസ് ഏർപ്പെടും. പക്ഷെ ഞങ്ങൾക്ക് ചലഞ്ചസ് ഇല്ല. ഞങ്ങൾക്ക് ഒരു ഭരണം, ഒരു കർത്താവിന്റെ ഒരു ഭരണമാണ് ഞങ്ങൾ കാണാനിട വന്നത്. പോകുന്നിടത്തൊക്കെ അംഗീകാരം പണ്ടത്തേതിനും കൂടുതൽ ഇന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഞങ്ങളുടെ ദേശത്ത് പലർക്കും അറിയാം അച്ഛന് ക്രിസ്ത്യാനിലേക്ക് മാറിയെന്ന്. ഒരു സാമൂഹ്യ നേതാവായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ആയിരുന്നു. പക്ഷേ ഇല്ലേ, ഇന്ന് അച്ഛനെ ഇല്ലേ, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേ അവിടുത്തെ പഞ്ചായത്തിന്റെ ഗ്രൂപ്പുകൾ വെച്ച് ഹോണർ ചെയ്തു, പൊന്നാട അണിയിച്ചു ഹോണർ ചെയ്തു. എന്തുകൊണ്ടാണെന്നറിയാവോ? ഇങ്ങനെ ഒരു കാരണം അവർ ആ വ്യക്തിത്വത്തെ ഹോണർ ചെയ്തു. ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിച്ചു എന്നൊക്കെ അറിയാം, എന്നിട്ട് പോലും ഇല്ലേ സമൂഹം ഹൈന്ദവ കുടുംബങ്ങൾ ഇറങ്ങുന്ന ആ ദേശം അച്ഛനെ ഹോണർ ചെയ്യാനിടയായി. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ ഇങ്ങനെ വിളിച്ചു പറയായിരുന്നു, അച്ഛനമ്മേ, യഹോവ ഭക്തിക്കുള്ള പ്രതിഫലം ധനം, മാനം, ജീവനാകുന്നു. യഹോവ ഭക്തിക്കുള്ള പ്രതിഫലം മറ്റുള്ളവരുടെ മുന്നിൽ തള്ളലല്ല. യഹോവ ഭക്തിക്കുള്ള പ്രതിഫലമില്ലേ, ധനവും മാനവും ജീവനുമാ. ഹോണർ ആൻഡ് വെൽത്ത് ആൻഡ് ലൈഫാ. ഹോണറും വെൽത്തും ലൈഫാ യഹോവ ഭക്തന്റെ പ്രതിഫലം. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ യഹോവ ഭക്തനായിരുന്നാൽ മാത്രം മതി. കർത്താവിന്റെ വചനം നമ്മളെ ജീവിതത്തിൽ, ദൈവത്തിന്റെ ആ വ്യക്തിത്വം, ആ തേജസ് നമ്മളെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. ദൈവത്തിന് ഹിതമില്ലാത്തതെല്ലാം വിട്ട് കളയണം, ക്ഷമിക്കാൻ പഠിക്കണം, ശത്രുവിനെ സ്നേഹിക്കാൻ
സ്നേഹിക്കാൻ പഠിക്കണം, ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കണം, ഭാര്യയെ സ്നേഹിക്കാൻ പഠിക്കണം, മക്കളോട് ബിഹേവ് ചെയ്യാൻ പഠിക്കണം. ഈ എല്ലാറ്റിനെയും ബ്ലസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമ്മൾ എവിടെ വന്ന നമ്മളെ വായിൽ നിന്ന് ബ്ലസ് ചെയ്താൽ നമ്മളെ ശാപം മാറും. പക്ഷെ നീ ബ്ലസ് ചെയ്യരുത് എന്നാ പിശാച് ആഗ്രഹിക്കുന്നത്. നിന്റെ അതരത്തിൽ നിന്ന് ബ്ലസ്സിങ് വെളിയിൽ വരരുത്. അവൻ അങ്ങനെ ചെയ്തില്ല, അവന് കിട്ടണം. ഇവൾ ഇങ്ങനെ ചെയ്തില്ല, ഇവക്ക് ഇങ്ങനെ കിട്ടണം. ഒരു ദിവസം കഴിഞ്ഞ് നാളെ നിനക്കറിയാം. ഇതൊക്കെ നമ്മളെ കോമൺ ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, കുഞ്ഞുങ്ങളോട് പോലും ഉപയോഗിക്കും. ഇതെല്ലാം മാറ്റി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ബ്ലസ് ചെയ്യുന്നവൾ തന്നെ ആയിരിക്കും, ഞാൻ ക്ഷമിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അത്ഭുതം ചെയ്യും. താങ്ക് യു ലോർഡ്, താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവെ, ഈ സമയത്ത് അങ്ങ് എന്നോട് സംസാരിച്ചത് കൊണ്ട് ഇത്രയും അധികമായല്ലോ യേശുവെ. അങ്ങ് പരിശുദ്ധാത്മായി കൂട്ടത്തിനോട് സംസാരിച്ചത് കൊണ്ട് കർത്താവെ, ദൈവമേ, കർത്താവെ, ഇതിൽ ഒത്തിരി പേർക്ക് അത് വിടുതലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു അപ്പ. ദൈവത്തിന്റെ അത്ഭുതകരം ഇവിടെ പ്രവർത്തിച്ചതിനായി സ്തോത്രം. ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നവർക്കെല്ലാം കർത്താവ് ഇതൊരു അത്ഭുത വിടുതലായി മാറട്ടെ. ആ പുത്രത്വത്തിന്റെ വെളിപ്പാട്, അതിനോട് ചലഞ്ച്, ഭൂമിയിലുള്ള ചെറിയ ചലഞ്ചസിനെ എല്ലാം മാറ്റി ദൈവപുത്രന്റെ വെളിപ്പാടിനായി ഈറ്റുനോവോടെ ആ കർത്താവെ അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കൂട്ടമായി മാറട്ടെ. ബ്ലസ് ചെയ്യുന്ന രോഗങ്ങൾ സൗഖ്യമാകുക യേശുവിന്റെ നാമത്തിൽ. തൈറോയിഡ് സൗഖ്യമാകുക യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, തളർന്നിരിക്കുന്ന ചില കാലുകളെ ദൈവം സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ശരീരത്തിന്റെ ചില അവയവങ്ങൾക്ക്, കൈക്കോ കാലുകൾക്കോ ശക്തിയില്ലെന്ന് തോന്നുന്ന ചിലരെ കർത്താവ് ഇപ്പൊ തൊട്ട് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രപ്പ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക എന്ന് പറയുന്നു. ബ്ലീഡിങ് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ചില കർത്താവെ ബ്ലീഡിങ്ങിനെ യേശുവിന്റെ നാമത്തിൽ ദൈവം സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപ്പ, ഭയങ്കര പ്രഷർ, അസ്വസ്ഥത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളുടെ പ്രഷർ നോർമൽ ആകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കർത്താവെ കൽപ്പിക്കുന്നു, എല്ലാ കർത്താവെ രോഗാത്മ ബന്ധനവും ഈ ഗ്രൂപ്പും വിട്ട് മാറിപ്പോക. യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കുന്നു. യടിയങ്ങളെ, കുഞ്ഞുങ്ങളെ, കുടുംബത്തെ യേശുവിന്റെ രക്തത്താൽ മറച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ മറച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ്, ഇവർ അസാധാരണ വ്യക്തിത്വമായി മാറണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.